ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് കമ്പനി രാജ്, അതായത് 1773 മുതൽ 1857 ആക്ട്സിന്റെ PYQന്റെ റിവിഷന്റെ ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട PDF നിങ്ങൾക്ക് @കിരൺ PSC സ്റ്റഡി സർക്കിൾ, @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി, അതിൽ കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി ആണ് ഡിഗ്രി ലെവൽ ഉണ്ടാവുക, അതിൽ എനിക്ക് കിട്ടുന്നതായിരിക്കും ടെലഗ്രാം ചാനൽ. @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള എന്താണ് ആക്ച്വലി ഒരു ചാനൽ, ഒരു ഗ്രൂപ്പാണ്. അത് എല്ലാ PSCക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പൊ എന്റെ പേര് കിരൺ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. സമയം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കളയുന്നില്ല. അപ്പൊ ക്ലാസ്സിലോട്ട് പൊയ്ക്കൂടെ, പോകും. ഓക്കെ, അപ്പൊ ഇതൊരു റിവിഷൻ വീഡിയോ ആണ്. കറക്റ്റ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട എൻ്റയർ ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു, ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കണമെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, കംപ്ലീറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഫോർ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത് നമ്മൾ ചെയ്യുന്നത് PYQ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിലുള്ള വീഡിയോ നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നേരിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, റെഗുലേറ്റിംഗ് ആക്ട് 1773 മുതൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വരെയുള്ള എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് PYQ പഠിക്കാൻ പോകുന്ന ഒരു ക്ലാസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ ദാ പിടിച്ചോ ക്വസ്റ്റ്യൻ. ഓക്കെ, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ: The Regulating Act 1773 established the office of Governor General of Bengal. അസേർഷൻ കറക്റ്റ് ആണ്. ആദ്യമായിട്ടാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് റെഗുലേറ്റിംഗ് ആക്ട് 1773 ഉണ്ടാക്കുന്നത്. അതുവരെ അതിനറിയപ്പെട്ടിരുന്നത് ഗവർണർ ഓഫ് ബംഗാൾ എന്നാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, എങ്കിൽ ഇത് അസേർഷൻ എന്തായി, കറക്റ്റ് ആയി. റീസൺ: ദ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് പാർലമെന്ററി കൺട്രോൾ ഓവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ ദ ഫസ്റ്റ് ടൈം. കറക്റ്റ് അല്ലേ? ഓക്കെ, 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാവുന്നത്. അതിനുശേഷം അവിടെ പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നും നടന്നിട്ടില്ലല്ലോ, ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം 1600 ഒരു ചാർട്ടർ ആക്ട് നടക്കുന്നു, അതിലൂടെ എന്ത് ചെയ്യുന്നു, കമ്പനി ഫോം ചെയ്യുന്നു. അതിനുശേഷം ആ ചാർട്ടറിനെ ഇൻഡെഫിനറ്റ്ലി അവർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതായത് വർഷം പിന്നെ പറഞ്ഞിട്ടില്ല. ആദ്യം ചാർട്ടർ ഉണ്ടായിരുന്നത് എത്ര വർഷത്തേക്കാണ്, 15 വർഷത്തേക്കാണ്. പിന്നീട് അതിനെ ഇൻഡെഫിനറ്റ്ലി എന്ത് ചെയ്തു, അതായത് എത്ര കാലത്തേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കമ്പനിയിൽ എന്ത് വന്നു, രണ്ട് കാര്യം. എവിടെയാണോ ഇരിക്കുന്ന അവിടെ എന്റെ കൂടെ പറയണേ. കമ്പനിയിൽ എന്ത് വന്നു, രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം എന്താ, അഴിമതി. രണ്ടാമത്തെ കാര്യം എന്താ, സ്വജനപക്ഷപാതം. ഈ രണ്ട് കാര്യം വന്നതിലൂടെ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ വന്നിട്ടുള്ള ആക്ടിന്റെ പേരാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. എങ്കിൽ ഈ ക്ലാസ് മുഴുവൻ ഏതാ, 1773 മുതൽ 1858 വരെ നമ്മൾ എന്താ പഠിക്കുക, ഒരു കമ്പനി ഉണ്ട്, ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ട്. കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യുന്നു, അധികാരം പിടിച്ചെടുക്കുന്നു. ഈ അധികാരം പിടിച്ചെടുക്കുക എപ്പോഴാ, 1858. അപ്പൊ ഈ ക്ലാസിന്റെ എൻഡിൽ എന്ത് ചെയ്യും, അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ അസേർഷനും റീസണും ശരിയാണെന്ന് മനസ്സിലായില്ലേ? അതെ. എങ്കിൽ നമ്മുടെ അടുത്ത് ഓപ്ഷൻ സിയും പോയി, ഓപ്ഷൻ ഡിയും പോയി. കാരണം ഓപ്ഷൻ എയിലും എയും ആറും കറക്റ്റ്, ഓപ്ഷൻ ബിയിലും എയും ആറും കറക്റ്റ് എന്നാണ്. എങ്കിൽ ആറ് എനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പഠിക്കുക, നമ്മൾ ക്ലാസ്സുകൾ കണ്ട എല്ലാവർക്കും അറിയാം. നമ്മൾ എങ്ങനെയാ പഠിക്കുക, ആക്ച്വലി അസേർഷൻ വായിച്ച് നോക്കുക, എന്നിട്ട് വൈ എന്തുകൊണ്ടെന്ന് ചോദിക്കുക. ആ വൈയുടെ ഉത്തരം നിങ്ങൾക്ക് റീസണിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ടിക്ക് ചെയ്യുക, ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ എ. കിട്ടുന്നില്ലെങ്കിൽ ഓപ്ഷൻ ബി ടിക്ക് ചെയ്യുക, ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ എ. ഇത്രയും കാര്യം ഓക്കെ ആണോ? എങ്കിൽ അസേർഷൻ: The Regulating Act 1773 established the office of Governor General of Bengal. Okay. Why? എന്തുകൊണ്ട്? The Act introduced parliamentary control over East India Company for the first time. ആയിക്കോട്ടെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പുറത്ത് ആദ്യമായിട്ട് പാർലമെന്ററി കൺട്രോൾ വന്നോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ അതുകൊണ്ടാണോ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കിയത്? അല്ലല്ലോ. ഓക്കെ, അത് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, പുള്ളിക്ക് എന്ത് കൊടുക്കണം, കൂടുതൽ പവർ കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞങ്ങൾക്ക് റീസണിൽ കാണുന്നില്ലല്ലോ. എങ്കിൽ എയും ആറും കറക്റ്റ് ആണ്. ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ എ. അപ്പൊ ഓപ്ഷൻ ബി എന്ത് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു. What was the main objective of implementing and regulating Act of 1773? അപ്പോ 1773 റെഗുലേറ്റിംഗ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചല്ലേ ഉള്ളൂ. ടു അപ്പോയിന്റ് റോബർട്ട് ക്ലൈവ് ആസ് ഗവർണർ ജനറൽ. അല്ല, റോബർട്ട് ക്ലൈവിനെ അല്ല ഗവർണർ ജനറൽ ആക്കുന്നത്, വാറൻ ഹേസ്റ്റിങ്സിനെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി വെക്കുന്നത്. ഓപ്ഷൻ ബി: ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ അഫയേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കറക്റ്റ്. ഓക്കെ, ആദ്യമായിട്ട് 1600 തുടങ്ങിയിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും തീരുമാനിക്കുന്നു. എവിടെയാണ് ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയാ. ആരാണ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ
അഫയേഴ്സിൽ ഓക്കെ എന്താ എക്കണോമിക് ആയാലും എന്താ പൊളിറ്റിക്കൽ ആയാലും ആ അഫയേഴ്സിൽ എന്ത് ചെയ്യാൻ പോവാണ്, ആദ്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്കിൽ ഓപ്ഷൻ ബി എന്താ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി നോക്കാം. ടു റിസോൾവ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് 1773 അറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, കമ്പനിയിൽ എന്തുണ്ട്, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. പക്ഷെ കമ്പനിയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ഇംഗ്ലണ്ടിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നമുക്ക് കൂലങ്കർഷമായി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് അത്ര വലുതായിട്ടില്ല, കമ്പനിയിലാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളത്. എങ്കിൽ ഓപ്ഷൻ സി എന്താ തെറ്റാണ്. ഓപ്ഷൻ ഡി ടു എസ്റ്റാബ്ലിഷ് സുപ്രീം കോർട്ട് ഓഫ് ജുഡീഷ്യൽ. അപ്പോ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു. റെഗുലേറ്റിംഗ് ആയിട്ട് പഠിച്ച എല്ലാവർക്കും അറിയാം സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു. പക്ഷെ വാട്ട് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് ചോദ്യം. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ അഫയേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓപ്ഷൻ ബി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഫൈൻഡ് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ഇറ്റ് ക്രിയേറ്റഡ് ദ ഓഫീസ് ഓഫ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഇപ്പോഴല്ലേ നമ്മൾ പറഞ്ഞു തീർന്നുള്ളൂ. ആ നേരത്തെ പോസ്റ്റ് എന്തായിരുന്നു 1773 മുമ്പ്? എവിടെ ഉണ്ടെന്ന് പറയണേ. നേരത്തെ പോസ്റ്റ് എന്തായിരുന്നു 1773 മുമ്പ്? എന്താ പറയാ, ഗവർണർ ഓഫ് ബംഗാൾ. അത് 1773 എന്താക്കി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി. കറക്റ്റ്. ഓക്കെ. എങ്കിൽ ഓപ്ഷൻ വന്നെന്താ ശരിയാണ്. രണ്ട് ഓപ്ഷൻ അല്ല, സ്റ്റേറ്റ്മെന്റ് വന്നെന്താ ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2, ഇറ്റ് എസ്റ്റാബ്ലിഷ് എ സുപ്രീം കോർട്ട് ഇൻ കൽക്കട്ട. കറക്റ്റ്. ഓക്കെ. കൽക്കട്ടയിൽ എന്തുകൊണ്ട് വന്നു, ഒരു സുപ്രീം കോർട്ട് കൊണ്ടുവന്നു. നമ്പർ 3, ഇറ്റ് എൻഡഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് മോണോപ്പൊളി ഓവർ ട്രേഡ് വിത്ത് ഇന്ത്യ. അല്ല. ഓക്കെ. മോണോപ്പൊളി നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നത് 1813 ചാർട്ടർ ആക്ടിലൂടെയാണ്. അല്ലെങ്കിൽ 1833 ചാർട്ടർ ആക്ടിലൂടെ കംപ്ലീറ്റ് മോണോപ്പൊളി എന്ത് ചെയ്തു, എൻഡ് ചെയ്തു. എങ്കിൽ 3 തെറ്റാണ്. 4, ഇറ്റ് ബ്രോട്ട് ദ കമ്പനീസ് പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് അണ്ടർ പാർലമെന്ററി കൺട്രോൾ. കറക്റ്റ്. ഓക്കെ. അപ്പൊ 1, 2, 4 ശരിയാണ്. 3 മാത്രമാണ് തെറ്റ്. 3 തെറ്റ് എന്നൊരു ഓപ്ഷൻ വേണം. ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി എന്താ, 3 മാത്രം തെറ്റുന്നുണ്ട്. ഓക്കെ. എങ്കിൽ ഇത്രയും നേരം പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. എവിടെയാണ് ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയാ. എന്തിനാണ് റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നത്? കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ. നമ്പർ 2, ആദ്യമായിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്? അതെ. ഓക്കെ. എന്തിനാ കൺട്രോൾ ചെയ്യുന്നത്? അഴിമതിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്. ഓക്കെ. അതിനുവേണ്ടി എന്താ ചെയ്തത്? നേരത്തെ ഗവർണർ പോസ്റ്റിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് ആക്കി. അഴിമതി ചെയ്യുന്ന ആളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് ഉണ്ടാക്കി അവിടെ കൽക്കട്ടയിൽ. ഓക്കെ. അങ്ങനെ ആദ്യമായിട്ട് പാർലമെന്ററി കൺട്രോൾ കൊണ്ടുവന്നു. ഏതില്? നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? രണ്ടല്ലേ? ഓപ്ഷൻ സി ടിക്ക് ചെയ്തില്ലേ? മാർക്ക് കിട്ടിയില്ലേ? എങ്കിൽ നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഇറ്റ് വാസ് ആൻ എഫേർട്ട് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ ഫംഗ്ഷനിങ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇത്രയും നേരം പറഞ്ഞു തരുന്നത് കറക്റ്റ് അല്ലേ? ഇറ്റ് വാസ് ആൻ എഫേർട്ട് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ ഫംഗ്ഷനിങ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആദ്യമായിട്ട് ചെയ്യുന്നു. നമ്പർ 2, ഇറ്റ് ടോട്ടലി സബ്ജക്റ്റഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അണ്ടർ ബ്രിട്ടീഷ് ഗവൺമെന്റ്. അവിടെ പ്രശ്നമുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്തു. ഈ ടോട്ടലി സബ്ജക്റ്റഡ് എന്ന് വെച്ചാൽ കമ്പനിയും ഇനി ഇല്ല, ഇനി എന്താ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ പഠിച്ചതനുസരിച്ച് ഇത് കമ്പനി മൊത്തമായിട്ടില്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഉള്ളത് എന്ന് പറയണമെങ്കിൽ 1858 വരണം. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്താ, ഈ ടോട്ടലി സബ്ജക്റ്റഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അണ്ടർ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് വരുള്ളൂ. ഓക്കെ. നമ്പർ 3, എ ബോർഡ് ഓഫ് കൺട്രോൾ വാസ് എസ്റ്റാബ്ലിഷ്. ബോർഡ് ഓഫ് കൺട്രോൾ 1773 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ. എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1784 എന്താ, നമ്മുടെ പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ ശരിയായതാണോ തെറ്റായതാണോ ചോദിച്ചിരിക്കുന്നത്? ശരിയായതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. എങ്കിൽ 2ഉം 3ഉം എന്താ തെറ്റാണ്. എ മാത്രം എന്താ ശരിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ എന്ത് ചെയ്യാ, ടിക്ക് ചെയ്യാം. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്താ, കമ്പനിയെ മൊത്തമായി ഇല്ലാതാക്കി. കമ്പനിയിൽ പകരം ആര് ഭരിക്കാൻ തുടങ്ങി? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരിക്കാൻ തുടങ്ങി. ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ടാക്കിയത് ഏതിലാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്ന വർഷം എപ്പോഴാ? 1784 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഡെസിഗ്നേറ്റഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കിയ ആക്ട് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ബംഗാൾ ഗവർണറിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കിയ ആക്ട് ഏതാ? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. എങ്കിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഇപ്പൊ എന്താക്കണം? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കണം. ആ ആക്ട് ഏതാ?
ഓപ്ഷൻ ഡി എന്താ? ചാർട്ടർ ആക്ട് ഓഫ് 1883. ഓക്കെ, അപ്പൊ ചാർട്ടർ ആക്ട് ഓഫ് 1883 നമ്മൾ എന്ത് ചെയ്യുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കുന്നു. എങ്കിൽ എവിടെയാണ് ഇരിക്കുന്നത്? അവിടെ എന്റെ കൂടെ പറഞ്ഞേ. ആദ്യം എന്തായിരുന്നു? ബംഗാളിലെ ഗവർണർ ആയിരുന്നു. അപ്പൊ ബംഗാളിലെ പ്രധാനപ്പെട്ട ഗവർണർ പേരാണ് റോബർട്ട് ക്ലൈവ്. ഓക്കെ, അപ്പൊ ഈ റോബർട്ട് ക്ലൈവിനെ മാറ്റിയതിനു ശേഷം അവിടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഉണ്ടാക്കണം. ആ ആക്ട് ഏതാ? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ പേരെന്താ? വാറൻ ഹേസ്റ്റിങ്സ്. കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ പേര് മാറ്റി എന്താക്കണം? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കണം. ആ ആക്ട് ഏതാ? ചാർട്ടർ ആക്ട് ഓഫ് 1883. Done? Okay, fine. Through which act Governor General of Bengal was designated as the to which act Governor of Bengal was designated as the Governor General of Bengal? ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കിയ ആക്ട് ഏതെന്നാണ് ചോദ്യം. ഇത് കാണുമ്പോൾ വളരെ ഈസി ആയി തോന്നും, പക്ഷെ നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ അപ്പൊ നമ്മൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഇത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡൗട്ട് വരും. ആ ഡൗട്ടൊക്കെ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കിയത് എപ്പോ എന്നാണ് ചോദ്യം. അപ്പൊ ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കണമെങ്കിൽ അത് ഓബിയസ്ലി എന്തായിരിക്കണം? റെഗുലേറ്റിംഗ് ആക്ട് 1773 ആയിരിക്കണം. ആരാണ് നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? മിസ്റ്റർ വാറൻ ഹേസ്റ്റിങ്സ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ എ ടിക്ക് ചെയ്യുന്നു. വിച്ച് വാസ് ദ ആക്ട് ഓഫ് പാർലമെന്റ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ intended to overhaul the management of East India Company's rule in India? ഓക്കെ, താഴെ പറഞ്ഞിരിക്കുന്നവരിൽ ഗ്രേറ്റ് ബ്രിട്ടന്റെ, അതായത് ബ്രിട്ടന്റെ പാർലമെന്റിന്റെ ആക്ട് എന്താണ്? എന്ത് ചെയ്യണം? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാനേജ്മെന്റ് മൊത്തമായിട്ട് എന്താവുന്നു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആക്ട് ഏതാ എന്നാണ് ചോദ്യം. ഈ ആക്ട് അല്ലേ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആക്ടിന്റെ പേരെന്താ? റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ, നെക്സ്റ്റ്. Consider the following statements regarding regulating act of 1773. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക. സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ഇറ്റ് ഡെസിഗ്നേറ്റഡ് ദ ഗവർണർ ഓഫ് ബംഗാൾ ആസ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അല്ല. ഓക്കെ, ഗവർണർ ഓഫ് ബംഗാൾ ആസ് എന്താ? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഗവർണർ ഓഫ് ബംഗാളിനെ എന്താക്കി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി. ഇതാണ് ഞാൻ പറഞ്ഞ ഇടയ്ക്ക് എന്ത് ചെയ്യും? ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ ശരിയാക്കണം. ഓപ്ഷൻ 1 തെറ്റാണ്. ഓപ്ഷൻ 1 സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2, ഇറ്റ് പ്രൊവൈഡഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സുപ്രീം കോർട്ട് ഇൻ ഡൽഹി. ഓക്കെ, സുപ്രീം കോർട്ട് ഡൽഹിയിലല്ലല്ലോ നമ്മൾ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നത്. സുപ്രീം കോർട്ട് എവിടെയാ? കൊൽക്കട്ടയിലാണ്. ബംഗാളിലല്ലേ, ഡൽഹിയിലല്ലല്ലോ. അപ്പൊ എവിടെയാ? കൊൽക്കട്ടയിലാണ്. രണ്ടും തെറ്റാണ്. നെയ്തർ 1 or 2 ആൻസർ വേണം. അപ്പൊ ഓപ്ഷൻ ഡി എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു, ആൻസർ ചെയ്യുന്നു. സുപ്രീം കോർട്ട് എവിടെയാ? കൽക്കട്ടയിലാണ്. കൽക്കട്ട. ഹു വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട് അറ്റ് ദ ടൈം ഓഫ് എനാക്ട്മെന്റ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773? റെഗുലേറ്റിംഗ് ആക്ട് 1773 ഉണ്ടാക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്റർ ആണെന്നാണ് ചോദ്യം. വാറൻ ഹേസ്റ്റിങ്സ് ഇവിടുത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലേ? വിൻസ്റ്റൺ ചർച്ചിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ഗവർണർ ആയിരുന്നു. എങ്കിൽ ബാക്കി ആരേ ഉള്ളൂ? ലോർഡ് നോർത്ത്. അപ്പൊ ഇപ്പൊ പഠിച്ച കാര്യം എന്താ? എവിടെയാണ് ഇരിക്കുന്നത് അവിടെ എന്നോട് പറയാ. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് 1773 വരുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? മിസ്റ്റർ ലോർഡ് നോർത്ത്. അപ്പൊ ഓപ്ഷൻ ഡി എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ അറ്റ് ഫോർട്ട് വില്യം ഇൻ കൽക്കട്ട എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773? അതിന്റെ ആൻസർ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പ്രകാരം എന്തുണ്ടാക്കി? സുപ്രീം കോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ എന്റെ ചോദ്യം നിങ്ങളോട്, എന്തിനു വേണ്ട സുപ്രീം കോർട്ട് ഉണ്ടാക്കിയത്? അഴിമതിക്കാരെ ചെയ്യാൻ, ശിക്ഷിക്കാൻ. എവിടെ സുപ്രീം കോർട്ട് ഉണ്ടാക്കിയത്? കൽക്കട്ട. കൽക്കട്ടയിൽ എവിടെ? ഫോർട്ട് വില്യം. ഇത്രയും കാര്യം ഒക്കെയാണോ? എങ്കിൽ അതിന് എന്ത് വേണം? ഒരു ചീഫ് ജസ്റ്റിസ് വേണം. അദ്ദേഹത്തിന്റെ പേരെന്താ? സർ ഇലാജ ഇംപെ. അപ്പൊ ഇലാജ ഇംപെ ആണ് എന്ത്? ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോർട്ടിന്റെ. ഏത് പ്രകാരം? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പ്രകാരം. ഇത്രയും കാര്യം ഒക്കെയാണോ? ഡൺ അല്ലേ? എങ്കിൽ വാട്ട് വാസ് ദ മേജർ ഡ്രോബാക്ക് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773യുടെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്തെന്നാണ് ചോദ്യം. പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഓഫ് ഗവർണർ ജനറൽ. അതവിടെ നിൽക്കട്ടെ. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി ഇൻ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ വരില്ലല്ലോ. യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഉണ്ടാക്കിയില്ല. കൃത്യമായ സ്ട്രക്ചർ ഇല്ലേ? ഗവർണർ ജനറൽ വേണ്ടി ഒരു കൗൺസിൽ ഇല്ലേ? അപ്പൊ അത് പ്രശ്നമില്ല. വൈഡ് ജൂഡിസിഷൻ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന് ഒരു വൈഡ് ജൂഡിസിഷൻ ഉണ്ട്. അത് നമുക്ക് വിഷയമല്ലല്ലോ. സുപ്രീം കോർട്ടിന് വൈഡ് ജുഡീഷ്യൻ വേണ്ടേ? ജുഡീഷ്യൻ വെച്ചാൽ അർത്ഥം എന്താ? ജൂഡിസിക്ഷൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ?
എവിടെയൊക്കെ സുപ്രീം കോടതിന് ഇടപെടാം? അഴിമതി നടന്നിരിക്കുകയല്ലേ, അപ്പൊ ഏകദേശം എല്ലാ സ്ഥലത്തും ഇടപെടണ്ടേ? ഓപ്ഷൻ സി എന്താ കറക്റ്റ്? ഓപ്ഷൻ സിയിൽ എന്താ പ്രശ്നമൊന്നുമില്ല. ഓപ്ഷൻ ഡി, ആംബിഗ്യൂറ്റി ബിറ്റ്വീൻ ദ ജുഡിസിഷൻ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ദ കൗൺസിൽ. അത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഗവർണർ ജനറലിന്റെ കൗൺസിലാണോ വലുത്, സുപ്രീം കോർട്ടാണോ വലുത് എന്ന് ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്നാണ് ചോദ്യം. പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവരുന്നത്? അഴിമതിയും സ്വജനപക്ഷപാതവും തടയാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി റോബർട്ട് ക്ലൈവിനെ മാറ്റി വാരണേസിനെ കൊണ്ടുവന്നു. കൊണ്ടുവന്ന ആൾക്ക് പദവിയും കൊടുത്തു. എന്താ? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഈ പദവി കൊടുത്ത ആൾക്ക് ഫുള്ള് പവർ കൊടുക്കണ്ടേ? എന്നാലല്ലേ അവിടെ കമ്പനിയുള്ള ആളുകൾക്ക് മുകളിൽ ഈ വ്യക്തിക്ക് അധികാരം ഉണ്ടാവുള്ളൂ. ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണം? അവരുടെ പുറത്ത് നടപടി എടുക്കണ്ടേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. സോ പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഓഫ് ഗവർണർ ജനറൽ എന്ന് വെച്ചാൽ എന്താ? ഗവർണർ ജനറലിന് ഒരു സിറ്റുവേഷൻ ഉണ്ട്, വീറ്റോ പവർ ഇല്ല. എന്താണ് സാറേ ഈ വീറ്റോ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും പറയുന്നു അടുത്ത ക്ലാസ് ജോഗ്രഫി ആയിരിക്കണം, ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നു അടുത്ത ക്ലാസ് ഹിസ്റ്ററിയാണ്, എങ്കിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യത്തെയും ഞാൻ ഒറ്റയ്ക്ക് മാറ്റുന്നുണ്ടെങ്കിൽ എന്റെ പവറിനെ വിളിക്കുന്ന പേരാണ് വീറ്റോ പവർ. ഇന്ത്യയിൽ ഇപ്പൊ വീറ്റോ പവർ ഉള്ള വ്യക്തിയുടെ പേരാണ് പ്രസിഡന്റ്. ഓക്കെ, എങ്കിൽ വീറ്റോ പവർ എന്താന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പവർ ഇല്ല. ഇപ്പൊ വാരണേസിസിനോടെ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ ഒരു പവറും കൊടുക്കാതെ വാരണേസിസിനെ കൊണ്ട് കൗൺസിൽ പറയുന്ന ഡിസിഷൻ കേൾക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ അഴിമതിക്കാരെ പിടിക്കുക, എങ്ങനെയാ സ്വജനപക്ഷപാതം മാറ്റുക? എങ്കിൽ വാരണേസിസിന്റെ പവറിൽ കുറച്ച് പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പാരഡോക്സിക്കൽ സിറ്റുവേഷൻ. ഓക്കെ, ഇതിനെ നല്ല ഭാഷയിൽ പറയും വൈരുദ്ധാത്മിക ഭൗതികവാദം. അങ്ങനെ വെച്ചാൽ എന്താ? ഒരു കാര്യം ചെയ്തു പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇഫക്റ്റ് വരുന്നുമില്ല. അങ്ങനെ വിളിക്കുന്ന സംഭവമാണ് പാരഡോക്സ്. ഓക്കെ, പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഓഫ് എന്താ? ഗവർണർ ജനറൽ. ഓപ്ഷൻ എ ടിക്ക് ചെയ്യുക, എന്ത് കിട്ടും? ആൻസർ കിട്ടുന്നതായിരിക്കും. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ അറ്റ് കൽക്കട്ട അക്കോർഡിംഗ് ടു റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773? ഇപ്പൊ നിങ്ങൾക്കറിയാം കൽക്കട്ടയിൽ എന്തുണ്ട്? സുപ്രീം കോർട്ട് ഉണ്ട്. ഏത് ആക്ട് പ്രകാരം ഉണ്ടാക്കിയിട്ടുണ്ട്? റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത്, പർപ്പസ് എന്നാണ് ചോദ്യം. അവിടെ ഓപ്ഷൻ എ, ടു ഇൻക്രീസ് കറപ്ഷൻ ദ ലീഗൽ സിസ്റ്റം. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ? ലീഗൽ സിസ്റ്റത്തിലെ കറപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. ബി, ടു ഫേവർ ഇംഗ്ലീഷ് മാൻ റിസൈഡിങ് ഔട്ട്സൈഡ് കൽക്കട്ട. സോ അത് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റും? ഇപ്പൊ അല്ല ഞാൻ പറഞ്ഞ് എന്താണ് ഇഷ്യൂ? എന്താ? അഴിമതി സ്വജനപക്ഷപാതം അത് ഇല്ലാതാക്കണ്ടേ? എങ്കിൽ ഓപ്ഷൻ സി, ടു പ്രൊവൈഡ് എ പ്രോപ്പർ ജുഡീഷ്യൽ സിസ്റ്റം ആൻഡ് റെഗുലേറ്റ് ജുഡീഷ്യറി. അല്ലേ? ഓക്കെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റം കൊണ്ടുവരണം. നേരത്തെ അഴിമതിക്കാരെ ശിക്ഷിക്കാൻ ഒരു വഴിയില്ല. കമ്പനി എന്താ? ഫുൾ അഴിമതിയിലാണ്. എങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ ജുഡീഷ്യൽ സിസ്റ്റം കൊണ്ടുവരണം. ജുഡീഷ്യറി എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം. അതിനാണ് സുപ്രീം കോർട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഡി, ടു വീക്കൺ ദ അഡ്മിനിസ്ട്രേഷൻ ആസ് ഗ്ലോബൽ ലെവൽസ്. അതിനല്ലല്ലോ ജുഡീഷ്യറി ഉണ്ടാക്കുന്നത്. എങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ കുറിച്ചുള്ള ശരിയല്ലാത്ത പ്രസ്താവന എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക എന്നതാണ് ചോദ്യം. എങ്കിൽ നമുക്ക് ഓരോ പ്രസ്താവനയായിട്ട് എന്ത് ചെയ്യാം? നോക്കാം. പ്രസ്താവന നമ്പർ 1, it introduced the dual system of control between the British government and East India Company. ബ്രിട്ടീഷ് ഗവൺമെന്റും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള ഒരു ഡ്യുവൽ സിസ്റ്റം ഉണ്ടാക്കി. എങ്കിൽ എന്റെ കൂടെ പറഞ്ഞേ എന്താ ഈ ഡ്യുവൽ സിസ്റ്റം? ഒന്നിന് പേര് ബോർഡ് ഓഫ് കൺട്രോൾ, രണ്ടാമത്തെ പേര് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് കൺട്രോൾ ആരുടെ കീഴിലാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലാണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആരുടെ കീഴിലാണ്? നമ്മുടെ എന്താണ്? കമ്പനിയുടെ കീഴിലാണ്. അപ്പൊ ഡ്യുവൽ സിസ്റ്റം ഉണ്ടാക്കിയില്ലേ? എങ്കിൽ അത് ശരിയല്ലേ? നമ്പർ 2, ഇറ്റ് മെയ്ഡ് ദ ഗവർണർ ജനറൽസ് ഡിസിഷൻസ് ബൈൻഡിങ് ഓൺ ദ ഗവർണേഴ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ്. ബോംബെയിലെയും മദ്രാസിലെയും ഗവർണേഴ്സ് എന്ത് ചെയ്യണം? ഗവർണർ ജനറൽ പറയുന്നത് കേൾക്കണം. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, നേരത്തെ നമ്മൾ പഠിച്ചതില്ലേ ഗവർണർ ജനറൽ ഒരു പാരഡോക്സ് ഇല്ലേ? പാരഡോക്സ് എന്ന് വെച്ചാൽ എന്താ? വീറ്റോ പവർ ഇല്ലാന്ന് കൂടി ഇല്ലേ? എങ്കിൽ ഇപ്പോ താഴെയുള്ള ഗവർണേഴ്സ്മാർ ഇവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഗവർണർ ജനറൽ പവർ കൂടുക? എങ്കിൽ ഗവർണർ ജനറൽ പറയുന്നത് താഴെയുള്ള ഗവർണേഴ്സ് കേൾക്കണം. എവിടെയാണ് താഴെയുള്ള ഗവർണേഴ്സ്? 2 പേര്. ഒരാളുടെ ഒരു ബോംബെ, ഒരാളുടെ ഒരു മദ്രാസ്. എങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്താ? ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3, ഇറ്റ് സ്ട്രെങ്തൻ പാർലമെന്ററി കൺട്രോൾ ഓവർ ദ കമ്പനി സിവിൽ മിലിറ്ററി ആൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോ പാർലമെന്ററി കൺട്രോൾ കൂട്ടി.
ഓരോ സ്റ്റെപ്പ് കഴിയും തോറും പാർലമെന്റിന്റെ കൺട്രോൾ കൂടുകയല്ലേ ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ ക്ലാസ് കഴിയുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? ഔട്ട് ആവും. പകരം എന്താ ആരാ വരിക? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് വരിക. അപ്പൊ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും കൺട്രോൾ കൂടുകയല്ലേ ചെയ്യുക. അപ്പൊ 1773 കൂടുതലായിരിക്കും എന്ത്? 1784. 1784 കൂടുതലായിരിക്കും എന്ത്? 1793. 1793 കൂടുതലായിരിക്കും എന്ത്? 1813. മനസ്സിലായി മനസ്സിലായി, മതി മതി, നിർത്ത്. യെസ്, കറക്റ്റ്, എനിക്ക് മനസ്സിലായി. ഓക്കെ. നമ്പർ 4, ഇറ്റ് അബോളിഷ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ട്രേഡ് മോണോപ്പൊളി ഇൻ ഇന്ത്യ. ഇല്ല. ഓക്കെ. ട്രേഡ് മോണോപ്പൊളി അബോളിഷ് ചെയ്യാൻ പോകുന്നത് ചാർട്ടർ ആക്ട് 1813 അതിനെ വിളിക്കുന്നവരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1813. ഇത് ട്രേഡ് മോണോപ്പൊളി എന്തായി? അബോളിഷ് ചെയ്തു. ഈ ട്രേഡ് മോണോപ്പൊളി അബോളിഷ് ചെയ്തതിൽ 2 മിസ്സായിട്ടുണ്ട്. ഒന്നിന്റെ പേര് ചൈന, ഒന്നിന്റെ പേര് ചായ. ചൈന, ചായ. അതും കൂടി എപ്പോ അബോളിഷ് ചെയ്യും? 1833 അബോളിഷ് ചെയ്യും. സോ അതൊന്നും ഇവിടെ കാണില്ല. ക്വസ്റ്റ്യൻ വരുന്നുണ്ട് മക്കളെ, ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. റിലാക്സ്. ഓക്കെ. എങ്കിൽ 1, 2, 3 എന്താണ്? ശരിയാണ്. എങ്കിൽ 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ല വേണ്ടത്. നിങ്ങൾ ഓപ്ഷൻ 4 മാത്രം കാണണം. അവിടെ ഓപ്ഷൻ സി എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ആൻസർ കിട്ടുന്നതായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് എസ്റ്റാബ്ലിഷ് ദ ബോർഡ് ഓഫ് കൺട്രോൾ ടു ഗൈഡ് ആൻഡ് കൺട്രോൾ ദ വർക്ക് ഓഫ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? അത് ടിക്ക് ചെയ്യാൻ പോണത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണെങ്കിലും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 കമ്പനിയിൽ ഡ്യുവൽ ഗവൺമെന്റ് വന്നു. ഒന്നിന്റെ പേര് ബോർഡ് ഓഫ് കൺട്രോൾ, രണ്ടാമത്തെ പേര് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. എങ്കിൽ എവിടെയാണ് ഇരിക്കുന്നത്? അവിടെ എന്റെ കൂടെ പറഞ്ഞോ. ബോർഡ് ഓഫ് കൺട്രോൾ ആരാ കൺട്രോൾ ചെയ്യുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആരാ കൺട്രോൾ ചെയ്യുന്നത്? കമ്പനിയുടെ എന്താ പറയാ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇങ്ങനെ 2ആയി ഡിവൈഡ് ചെയ്ത ആക്ടിന്റെ പേരെന്താ? പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. ടണ്ടടൻ. ഓക്കെ. എങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ശരി. കൺസേണിംഗ് ഗവർണർ ജനറൽസ് അതോറിറ്റി. ഗവർണർ ജനറലിന്റെ അതോറിറ്റിയെ കുറിച്ചുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ശരിയായതാണോ വേണ്ടത്, തെറ്റായതാണോ വേണ്ടത് നോക്കാം. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായത് കണ്ടുപിടിക്കുക. അപ്പൊ ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ റിസീവ്ഡ് എൻഹാൻസ്ഡ് പവേഴ്സ് ഓവർ സബോർഡിനേറ്റ് പ്രസിഡൻസീസ്. എങ്കിൽ സബോർഡിനേറ്റ് പ്രസിഡൻസിയുടെ പേര് പറഞ്ഞേ. മദ്രാസ് ആൻഡ് ബോംബെ. അവിടെ താഴെ ഉണ്ട് കേട്ടാ, മദ്രാസ് ആൻഡ് ബോംബെ. കിട്ടിക്കാണില്ലേ? ഞാൻ പറഞ്ഞ അനുസരിച്ച് പവർ കൂടുകയല്ലേ ചെയ്യുക. അപ്പൊ 1773 പവർ എന്ത് ചെയ്തു? കൂടി. എങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്താ? കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2, മദ്രാസ് ആൻഡ് ബോംബെ പ്രസിഡൻസീസ് were required to obey Bengal in all matters including war and diplomacy. വേണം. ഓക്കെ. ബംഗാളിൽ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. അതല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്ത് പരിപാടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. നമ്പർ 3. ഓക്കെ. Governor of Madras and Bombay could take action during war only with the prior approval of Governor General. ഓക്കെ. യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ബംഗാളിലെ ഗവർണർ എന്ത് ചെയ്യുക? ഒന്ന് വിളിച്ചു ചോദിക്കുക. മക്കളെ, ഞങ്ങൾ ഇന്ന് യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ട്. അതെന്താ അങ്ങനെ വരാനുള്ള കാരണം എന്താ? യുദ്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവുള്ള പരിപാടിയാണ്. സാർ, ഇന്ത്യയെ പിടിച്ചെടുക്കണം. പിടിച്ചെടുത്തോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ ചെലവുള്ള പരിപാടിയല്ലേ? ഓൾറെഡി അഴിമതിയല്ലേ? പൈസയൊക്കെ എന്താ പോയി കിടക്കുകയാണ്. എങ്കിൽ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് എന്ത് ചെയ്യുക? ബംഗാളിലൊന്ന് വിളിച്ചിട്ട്, മോനെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ട്, ഓക്കെ എന്ന് പറയുക. അപ്പൊ ബംഗാൾ എന്ത് പറയും? ഓക്കെ. എങ്കിൽ എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യുക. ബംഗാൾ എന്ത് പറയും? നോട്ട് ഓക്കെ. അപ്പൊ എന്ത് ചെയ്യരുത്? യുദ്ധം ചെയ്യരുത്. അത്രേ ഉള്ളൂ. ഓക്കെ. നമ്പർ 4, ദ ആക്ട് ഫസ്റ്റ് യൂസ് ദ ടേം ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പദം ആദ്യമായി യൂസ് ചെയ്തു. ശരിയാണ്. എങ്കിൽ ഓപ്ഷൻ ഡി എന്താ? എല്ലാം ശരിയാണ്. ഓക്കെ. അപ്പൊ എന്റെ കൂടെ എവിടെ ആയിരിക്കും എന്ന് വെച്ചാൽ പറഞ്ഞോ. പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നേരത്തെ ഉണ്ടായിരുന്ന 1773 ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ എന്ന് പറയുന്ന വ്യക്തിയുടെ, ബംഗാൾ എന്ന വ്യക്തിയുടെ കൗൺസിലിനും ബംഗാളിനും എന്ത് കൊടുത്തു? കൂടുതൽ പവർ കൊടുത്തു. ആരുടെ പുറത്ത്? സബോർഡിനേറ്റ് പ്രസിഡൻസിയുടെ പുറത്ത്. ആരാണ് സബോർഡിനേറ്റ് പ്രസിഡൻസീസ്? മദ്രാസ് ആൻഡ് ബോംബെ. അവർ ഇനി എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഇൻക്ലൂഡിങ് വാർ ആൻഡ് ഡിപ്ലോമസി ആരോട് ചോദിക്കണം? ബംഗാളിനോട് ചോദിക്കണം. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ പോർഷൻസിനെയും എന്ത് വിളിച്ചു? ബ്രിട്ടീഷ് പോർഷൻസ് ഇൻ ഇന്ത്യ എന്ന് ആദ്യമായി വിളിച്ച ആക്ടിന്റെ പേരാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഓക്കെ. എങ്കിൽ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താ? കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. ദ ചാർട്ടർ ആക്ട് 1793 കെയിം ഇൻ ടു ഇഫക്ട് ഓൺ. എപ്പോഴാണ് ചാർട്ടർ ആക്ട് 1793 നിലവിൽ വന്നത്? ഒന്നും ആലോചിക്കാൻ ടിക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ 7th
August 1793. ഓക്കെ, അപ്പൊ ആൻസർ കറക്റ്റ് ആയില്ലേ? വിച്ച് ആക്ട് ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ് വാസ് ഓൾസോ നോൺ ആസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1793? ഓക്കെ, ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഓക്കെ, 1793 ചോദിച്ചിട്ട് എന്താ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1793 എന്താ പേര് വിളിക്കുക? അതെന്താ? ചാർട്ടർ ആക്ട് ഓഫ് 1793. ഓക്കെ, ചാർട്ടർ ആക്ട് ഓഫ് 1793 വിളിക്കുന്ന പേരാണെന്ത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1793. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാർട്ടർ ആക്ട് ഓഫ് 1793 പൊന്നപ്പനാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്താ? തങ്കപ്പനാണ്. പൊന്നപ്പൻ തന്നെയാണ് തങ്കപ്പൻ, തങ്കപ്പൻ തന്നെയാണ് പൊന്നപ്പൻ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. ഡ്യൂറിംഗ് ഹൂസ് ടേണർ ഡസ് ദ ചാർട്ടർ ആക്ട് 1793 പാസ്? ചാർട്ടർ ആക്ട് 1793 പാസ് ചെയ്യുമ്പോൾ ബ്രിട്ടനിലെ എന്താ, അല്ലെങ്കിൽ സോറി ഇന്ത്യയിൽ എന്താ വൈസ്രോയ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഗവർണർ ജനറൽ ആര് എന്നൊക്കെയാണ് ചോദ്യം. കോൺവാലിസ് ആണോ, വില്യം ബെന്റിക് ആണോ, ജോൺ ഷോർ ആണോ, വാറൻ ഹേസിങ്സ് ആണോ? ഒരു ഇതുമില്ലാത്ത സംശയമില്ലാതെ ടിക്ക് ചെയ്യാമാരാ? സർ ജോൺ സ്നോർ. ഓക്കെ, അപ്പൊ ജോൺ ഷോർ ടിക്ക് ചെയ്തില്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഓതറൈസ് ദ ഗവർണർ ജനറൽ ടു ഓവർ റൈഡ് ഹിസ് കൗൺസിൽസ് ഇൻ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ബ്രിട്ടീഷ് എംബസി ഇൻ ഇന്ത്യ? നന്നായി ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ആൻസർ ടിക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏത് ആക്ടിലൂടെയാണ് ഗവർണർ ജനറലിന് അദ്ദേഹത്തിന്റെ കൗൺസിലുള്ള മെമ്പേഴ്സിന്റെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റിനെ ഓവർ റൈഡ് ചെയ്യാൻ. ഓക്കെ, കൗൺസിൽ ഉണ്ടല്ലോ ഗവർണർ ജനറലിന്, ആ കൗൺസിലിനെക്കാളും പവർ ഗവർണർ ജനറലിന് കൊടുത്ത ആക്ട് ഏതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടി, ഗവർണർ ജനറലിന്റെ കൗൺസിലിനെക്കാളും കൂടുതൽ പവർ ഗവർണർ ജനറലിന് ഒറ്റയ്ക്ക് കിട്ടിയ ആക്ട് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഗവർണർ ജനറലിന്റെ കയ്യിൽ വിട്ടുപോയ എന്ത് കിട്ടി? വീറ്റോ അധികാരം കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയ ആക്ട് ഏതെന്നാണ് ചോദ്യം. ആ ആക്ടിന്റെ ഉത്തരമാണ് ഓപ്ഷൻ എ, ചാർട്ടർ ആക്ട് 1793. ഇതില് ഓപ്ഷൻ എ പഠിക്കുകയല്ല വേണ്ടത്. ചോദ്യം നന്നായി മനസ്സിലായോ? വിട്ടുപോയൊരു പവർ ഉണ്ടായിരുന്നു. അപ്പൊ റെഗുലേറ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ? എന്താ ഒരു പാരഡോക്സ് ഉണ്ടായിരുന്നില്ലേ? പാരഡോക്സ് എന്തായിരുന്നു? വീറ്റോ പവർ ഉണ്ടായിരുന്നില്ല കൗൺസിലിന്റെ പുറത്ത്. അത് കിട്ടുക എന്നുള്ള പരിപാടി കൂടി കൊടുത്തത് എവിടെ വെച്ചിട്ടാണ്? ചാർട്ടർ ആക്ട് 1793ലാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ചാർട്ടർ ആക്ട് 1793. ഓക്കെ, ചാർട്ടർ ആക്ട് 1793യുടെ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ശരിയായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക. ഓക്കെ, ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ ട്രേഡ് മോണോപ്പൊളി ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ ടു ഫോർ അനദർ പീരീഡ് ഓഫ് 20 years. 20 വർഷത്തേക്ക് എന്ത് ചെയ്തു? കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി എക്സ്റ്റെൻഡ് ചെയ്തു. 1793യുടെ കൂടെ 20 കൂട്ടിക്ക് 1813. നെക്സ്റ്റ് ആക്ട് ഏതാ? ചാർട്ടർ ആക്ട് ഓഫ് 1813. അതിൽ കമ്പനിയുടെ മോണോപ്പൊളി എന്തായി? എൻഡ് ആയി. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2, ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഓഫ് കൺട്രോൾ ആൻഡ് ദെയർ സ്റ്റാഫ് were to be paid out of Indian revenues. ബോർഡ് ഓഫ് കൺട്രോൾ ആരുടെ കീഴിലാ? ബ്രിട്ടീഷ് പാർലമെന്റ് കീഴില്. അവരും അവരുടെ സ്റ്റാഫും എന്ത് ചെയ്യണം? ഇന്ത്യയിൽ നിന്നുള്ള പൈസയിൽ നിന്നായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പേയ്മെന്റ് ചെയ്യേണ്ടത്. എങ്കിൽ ഇന്ത്യക്കാരുടെ പൈസ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ പേയ്മെന്റ് ചെയ്യുന്നു. എങ്കിൽ ഇന്ത്യയുടെ പൈസ ചോരുന്നു. ചോരുന്നു എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് എന്താ? ഡ്രൈൻ. അപ്പൊ ഡ്രൈൻ എന്ന് വെച്ചാൽ എന്താ? ഇന്ത്യയിൽ ചോർച്ചയുണ്ട്. ഈ സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തിയുടെ പേരെന്താ? ദാദാഭായ് നവറോജി. ഓക്കെ, അപ്പൊ ഡ്രൈൻ തിയറിക്ക് പ്രധാനമായി ഡ്രൈൻ സ്റ്റാർട്ട് ചെയ്ത് എപ്പോ തൊട്ടാണ്? ചാർട്ടർ ആക്ട് 1793 തൊട്ടാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ബോത്ത് 1 and 2 എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഓപ്ഷൻ സി. ഓക്കെ, ഈ ഡ്രൈൻ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് 1919ലാണ്. അപ്പോ ഹോം ഗവൺമെന്റ് എന്താ? ഇന്ത്യൻ റവന്യൂന്ന് പേ ചെയ്യുക. ദ മെമ്പേഴ്സ് ഓഫ് ദ ഹോം ഗവൺമെന്റ് പേ വേർ to be paid out of Indian revenue, which drained the exchequer until the decision was reversed in 1919. 1919ലാണ് എന്ത് ചെയ്യുന്നത്? ഈ റിവിഷനെ മാറ്റിയതിനു ശേഷം ഇന്ത്യയിൽ ഭരിക്കുന്ന ആളുകളുടെ പൈസ ബ്രിട്ടനിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ദാദാഭായ് നവറോജിയും അദ്ദേഹത്തിന്റെ എന്താ? ഡ്രൈൻ തിയറിയുമാണ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡൺ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ കണ്ടുപിടിക്കുക. ഓപ്ഷൻ 1 അല്ല, സ്റ്റേറ്റ്മെന്റ് 1, ദ ആക്ട് ഓഫ് 1793 continued the system of ruler centric governance without introducing judicial reforms. Okay, 1793 സെൻട്രലൈസേഷൻ ആണ് ഫോക്കസ് ചെയ്തത്. കറക്റ്റ്, സെൻട്രലൈസേഷൻ ആണ് ഫോക്കസ് ചെയ്തത്.
പക്ഷെ ജുഡീഷ്യൽ റിഫോം കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ജുഡീഷ്യൽ റിഫോം എന്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെ ജുഡീഷ്യൽ റിഫോം കൊണ്ടുവന്നു നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യും? റിവൈസ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, ജുഡീഷ്യൽ ഓഫീസേഴ്സ് വേർ എംപവേർഡ് ടു ഇന്റർപ്രറ്റ് ലോസ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് റോയൽ ഡിസ്ക്രിഷൻ. ഓക്കെ, രാജാവോ മറ്റാരും ഇടപെടാതെയോ ജുഡീഷ്യൽ ഓഫീസർ എന്ത് ചെയ്യാൻ പറ്റും? നിയമത്തിന്റെ വഴിക്ക് നടത്താൻ വേണ്ടി പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് റൂൾ ഓഫ് ലോ. നിയമത്തിന്റെ കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അത് ശരിയാണ്. ഓക്കെ, ഒന്ന് ശരിയാണ്, ഒന്ന് തെറ്റാണ്, 2 ശരിയാണ്. എങ്കിൽ ഓൺലി 2 ഓപ്ഷനിൽ വേണം. അവിടെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ടിക്ക് ചെയ്യുന്നു. എന്ത് പറയുന്നു? ആൻസർ ശരിയാന്ന് പറയുന്നു. എങ്കിൽ ജുഡീഷ്യൽ ആൻഡ് ലീഗൽ പ്രൊവിഷൻ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? അതെ. അപ്പൊ ഈ ആക്ട്, ഇപ്പൊ ഏത് ആക്ടിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? 1793 ആക്ട് ആണ്. ഈ ആക്ട് പറഞ്ഞു എന്താണ്? ആക്ച്വലി റവന്യൂ അഡ്മിനിസ്ട്രേഷനും ജുഡീഷ്യൽ ഫംഗ്ഷൻസും സെപ്പറേറ്റ് ആയി വെക്കണം. സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ പൈസ പിരിക്കുന്ന പരിപാടി, ജുഡീഷ്യൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? നിയമം നടപ്പാക്കുന്ന പരിപാടി. ഈ 2 പരിപാടി ആരുടെ കീഴിലായിരുന്നു? ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് തന്നെയാണ് എന്ത്? റവന്യൂ ഓഫീസേഴ്സ്. റവന്യൂ ഓഫീസർ തന്നെയാണ് എന്ത്? ഡിസ്ട്രിക്ട് കളക്ടേഴ്സ്. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന വാചകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് പൊന്നപ്പനാണെങ്കിൽ റവന്യൂ ഓഫീസർ എന്താ? തങ്കപ്പനാണ്. ഇനി അങ്ങനെ പറ്റില്ല. ഓക്കെ, അപ്പൊ റവന്യൂ കോർട്സ് ഉണ്ടായിരുന്നു. റവന്യൂ കോർട്സ് എന്ന് വെച്ചാൽ എന്താ? മാൽ അദാലത്ത് എന്നാണ് പറയാ. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വരുമാനം കിട്ടാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാ വരുമാനം കിട്ടുക? ജനങ്ങളിൽ നിന്ന് ടാക്സ് പിരിക്കണം. അപ്പൊ ടാക്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോടതിയിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം. നിങ്ങൾ തന്നെ പറ, പിരിക്കുന്ന ആളും സെയിം, കംപ്ലൈന്റ് കൊടുക്കേണ്ട ആളും സെയിം. തെറ്റ് ചെയ്ത ആളുടെ അടുത്ത് തന്നെ പോയി കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പറയോ ഞാൻ തെറ്റുകാരാണെന്ന്? ഇല്ലല്ലോ. എങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യണ്ടേ? ആ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന ജുഡീഷ്യൽ ലീഗൽ പ്രൊവിഷൻ ആണ്, റിഫോം ആണ് എപ്പോ നടക്കാൻ പോകുന്നത്? 1793 നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഡൺ അല്ലേ? എങ്കിൽ റവന്യൂ അഡ്മിനിസ്ട്രേഷനെ മാറ്റിയതിനു ശേഷം റവന്യൂ കോർട്സ് ഉണ്ട്. റവന്യൂ കോർട്സിന്റെ പേരെന്താ? മാൽ അദാലത്സ്. അതിനെന്ത് ചെയ്തു? അതിനെ അബോളിഷ് ചെയ്തു. ഓക്കെ, മാൽ അദാലത്ത് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ റവന്യൂ കോർട്ടാണ്. അതിൽ ഭരിക്കാൻ പോണ ആരാ? ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. അപ്പൊ ഡിസ്ട്രിക്ട് കളക്ടറാണ് എന്ത് ചെയ്യുക? ടാക്സ് ആൻഡ് റവന്യൂ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം പ്രൊവിൻഷ്യൽ അപ്പീൽ കോർട്സ് ഉണ്ടാവും. ആ പ്രൊവിൻഷ്യൽ അപ്പീൽ കോടതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവിശ്യ അപ്പീൽ കോടതി. ഈ പ്രവിശ്യ അപ്പീൽ കോടതി കൽക്കട്ട, ഢാക്ക, മൂർഷിദാബാദ്, പാട്ന, ഓക്കെ, എന്നീ സ്ഥലങ്ങളിൽ ഉണ്ട്. അത് കണ്ടിന്യൂ ചെയ്തു. അതിനെ മാറ്റിയിട്ടില്ല കേട്ടോ. അതിനൊന്നും മാറ്റിയിട്ടില്ല. ഏതിനെ മാത്രമേ മാറ്റിയിട്ടുള്ളൂ? മാൽ അദാലത്ത് കോർട്ടിനെ മാത്രം മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ മാൽ അദാലത്ത് കോർട്ടിനെ മാറ്റിയതിനു ശേഷം 2 കോർട്ട് ഉണ്ടായിരുന്നു. ഒരു കോർട്ടിന്റെ പേര് സാദർ ദിവാനി, ഒരു കോർട്ടിന്റെ പേര് സാദർ നിസാമത്ത്. എന്താണ് സാറേ ഈ സാദർ ദിവാനി? എന്താണ് സാറേ ഈ സാദർ നിസാമത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ? സാദർ ദിവാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാ, ദിവാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ ഫിനാൻസ് ഒക്കെ നോക്കുന്ന വ്യക്തി. അപ്പൊ ടാക്സുമായി ബന്ധപ്പെട്ട കോർട്ടിന്റെ പേരാണ് സാദർ ദിവാനി. സോറി, ഇത് ഇപ്പോഴല്ലേ പറഞ്ഞ മാൽ അദാലത്ത്? മാൽ അദാലത്തിൽ ഇരിക്കാൻ പോകുന്ന ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. സാദർ ദിവാനി എന്താ? ടാക്സുമായി ബന്ധപ്പെട്ട കോർട്ടാണ്, ടോപ്പ് കോർട്ടാണ്. പിന്നെ വേറൊരു കോർട്ട് ഉണ്ട്, സാദർ നിസാമത്ത്. ഓക്കെ, നിസാം എന്ന് വെച്ചാൽ അവിടെ ഭരിക്കുന്ന വ്യക്തി. അപ്പൊ പുള്ളി ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതായത് വല്ല കൊലപാതകമോ അല്ലെങ്കിൽ എന്താ വേറെ എന്തെങ്കിലും മോഷണമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഏത് കോർട്ടിൽ പോകാം? സാദർ നിസാമത്തിൽ പോകാം. ടാക്സുമായി ബന്ധപ്പെട്ട ഏത് കോർട്ടിൽ പോകാം? സാദർ ദിവാനിക്ക് പോകാം. സാദർ ദിവാനിയും സാദർ നിസാമത്തൊക്കെ ബംഗാളില് എന്താ കൽക്കട്ടയിൽ മാത്രം ഉള്ളതെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എന്തുണ്ട്? മാൽ അദാലത്ത് ഉണ്ട്. അതിനാരാ ചുമതല വഹിക്കുക? ഡിസ്ട്രിക്ട് കളക്ടറാണ് ചുമതല വഹിക്കുക. ഡിസ്ട്രിക്ട് എന്ന് വെച്ചാൽ ജില്ലയല്ലേ? ഓക്കെ, അപ്പൊ ജില്ലാ കളക്ടറാണ് ചുമതല വഹിക്കുക. അതിന്റെ തൊട്ട് മുകളില് അപ്പീൽ ചെയ്യാൻ വേണ്ടി എന്ത് കോർട്ട് ഉണ്ട്? കൽക്കട്ട, ഢാക്ക, മൂർഷിദാബാദ്, പാട്ന. അങ്ങനെ അവിടെ ലോവർ ലെവൽ അപ്പീൽ കോർട്ട് ഉണ്ട്. ഇനി ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒന്ന് മാത്രം. ഓക്കെ, എന്റെ ചോദ്യം നിങ്ങളോട് ടാക്സുമായി ബന്ധപ്പെട്ട കോടതി മാത്രമാണ് പറയാൻ പോകുന്നത്. അപ്പൊ ടാക്സുമായി ബന്ധപ്പെട്ട കോടതിയിൽ ആദ്യം നിങ്ങൾ എവിടെ പോവുക? മാൽ അദാലത്തിൽ പോകണം. അതിനുശേഷം നിങ്ങൾ എവിടെ പോകും? കൽക്കട്ട, ഢാക്ക, മൂർഷിദാബാദ്, പാട്ന അവിടെ പോകുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ എവിടെ പോകും? സാദർ ദിവാനിയിൽ പോകുന്നതായിരിക്കും. അപ്പൊ ഓർഡർ മനസ്സിലായില്ലേ? അതെ. സാദർ നിസാമത്ത് എന്ന് വെച്ചാൽ എന്താ? ഹയർ കോർട്സ് ആണ്. എന്തുമായി ബന്ധപ്പെട്ടതാ? പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ക്രിമിനൽ കോർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എങ്കിൽ പ്രൊഫഷണൽ ജുഡീഷ്യൽ പ്രോസസ്സിനെ എൻകറേജ് ചെയ്തു. ഓക്കെ, റവന്യൂ പവർ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് മിസ്യൂസിനെ എന്ത് ചെയ്തു? തടഞ്ഞു. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആരാ ഉണ്ടാവുക? ബ്രിട്ടീഷുകാരാ ഉണ്ടാവുക. ആരുണ്ടാവില്ല? ഇന്ത്യക്കാർ ഉണ്ടാവില്ല. ഓക്കെ, ഡൺ ആണേ? ഡൺ. എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്താലോ? അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാവുന്നതായിരിക്കും.
assertion. The Charter Act 1793 separated the revenue administration from judicial functions. അതല്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ജുഡീഷ്യൽ ഫംഗ്ഷൻ എന്ത് ചെയ്തു? മാറ്റി. റീസൺ, മാൽ അദാലത്സ് വർ അബോളിഷ്ഡ്. ഓക്കെ അല്ലെ? മാൽ അദാലത്സ് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു പ്രൊവിൻഷ്യൽ കോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ദിവാനി കോർട്ട് ഉണ്ട്, സാദർ ദിവാനി കോർട്ട് ഉണ്ട്, അവിടെ പോയാൽ മതി. നമ്മൾക്ക് ഇപ്പോൾ കൺട്രോൾ ചെയ്യേണ്ടത് ആരെ മാത്രമാണ്? ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെ മാത്രമാണ്. അവരുടെ കയ്യിലാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എങ്കിൽ മാൽ അദാലത്ത് ആരുടെ കയ്യിലാണ്? ഡിസ്ട്രിക്ട് കളക്ടറിന്റെ കയ്യിലാണ്. എയും ആറും ശരിയല്ലേ? എയും ആറും ശരിയാണെങ്കിൽ ഓപ്ഷൻ സിയും ഡിയും പോയല്ലോ. ഇനി ഓപ്ഷൻ എയും ബി അല്ലേ ഉള്ളൂ. ഞാൻ എന്താ പറഞ്ഞു തന്നത്? അസേഷൻ വായിക്കുക, എന്തുകൊണ്ടെന്ന് ചോദിക്കുക. അതിന് ഉത്തരം എവിടെ കിട്ടണം? റീസണിൽ കിട്ടണം. ദ ചാർട്ടർ ആക്ട് 1793 സെപ്പറേറ്റഡ് ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഫ്രം ജുഡീഷ്യൽ ഫങ്ഷൻസ്. എന്തുകൊണ്ട്? മാൽ അദാലത്സ് അബോളിഷ് ചെയ്തു. ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ. എങ്കിൽ നമുക്ക് ഉത്തരം കിട്ടിയില്ല. എന്താ? ഓപ്ഷൻ എ. അതിനുള്ള ആൻസർ അവിടെ കിട്ടിയല്ലോ. എ ആൻഡ് ആർ ആർ കറക്റ്റ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ എ. ഓക്കെ, എങ്കിൽ ഓപ്ഷൻ എ ടിക്ക് ചെയ്തില്ലേ? അതെ. സോ വലിയൊരു ക്വസ്റ്റ്യൻ ഒന്നല്ല, ഈസി ആയി ചെയ്യാൻ വേണ്ടി പറ്റും. ബൈ എ റെഗുലേഷൻ ഓഫ് ഇൻ 1793 റെഗുലേഷനിലൂടെ ദ ഡിസ്ട്രിക്ട് കളക്ടർ വാസ് ഡിപ്രീവ്ഡ് ഓഫ് ഹിസ് ജുഡീഷ്യൽ പവേഴ്സ്. ഡിസ്ട്രിക്ട് കളക്ടർ എന്ത് ചെയ്തു? ജുഡീഷ്യൽ പവറിന് മാറ്റി. ഓക്കെ, മെയ്ഡ് ദ കളക്ടിങ് ഏജന്റ് ഓൺലി. അതായത് എന്താക്കി? കളക്ടിങ് ഏജന്റ് മാത്രമാക്കി. വാട്ട് വാസ് ദ റീസൺ ഫോർ സച്ച് റെഗുലേഷൻ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ ആക്കിയെന്നാണ് ചോദ്യം. ഓക്കെ, എങ്കിൽ ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് വായിക്കാം. ഓപ്ഷൻ എ, ലോർഡ് കോൺവാലിസ്. ആ സമയത്തെ ഗവർണർ ജനറലിന്റെ പേരാണ് ലോർഡ് കോൺവാലിസ്. ലോർഡ് കോൺവാലിസ് ഫെൽറ്റ് ദാറ്റ് ദ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് എഫിഷ്യൻസി ഓഫ് റവന്യൂ കളക്ഷൻ വുഡ് എനോമസ്ലി ഇൻക്രീസ് വിത്തൗട്ട് ബർഡൻ ഓഫ് അതർ വർക്ക്. ഓക്കെ, ലോജിക്കലി അത് ശരിയായിരിക്കും, പക്ഷെ അതല്ലല്ലോ ഇഷ്യൂ. ജുഡീഷ്യലിനെയും എന്ത് ചെയ്യണം? എക്കണോമിക്സിന് നമുക്ക് എന്ത് ചെയ്യണം? പിരിക്കണം. റവന്യൂവിനെയും പിരിക്കാനല്ല നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓപ്ഷൻ എ ശരിയല്ല. ഓപ്ഷൻ ബി, ലോർഡ് കോൺവാലിസ് ഫെൽറ്റ് ദാറ്റ് judicial power should compulsorily be in the hands of Europeans, while Indians can be given the job of revenue collection in the district. ഒരു ഇന്ത്യനെയും കേട്ടിട്ടില്ല. നമ്മുടെ കൃത്യം എഴുതിയതാണ്. എന്താണ് ആക്ച്വലി? എന്താ? ബ്രിട്ടീഷ് ഡോമിനൻസ് തന്നെയാണ് ഉള്ളത്. ഒരു ഇന്ത്യനെ എവിടെ ഒന്നും കേട്ടിട്ടില്ല. ഓക്കെ അല്ലെ? അടുത്തത് സി, ലോർഡ് കോൺവാലിസ് വാസ് അലാംഡ് അറ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് പവർ കോൺസെൻട്രേറ്റഡ് ഇൻ ഡിസ്ട്രിക്ട് കളക്ടർ. കറക്റ്റ്. ഓക്കെ, അയ്യോ കറക്റ്റ്. എന്താ? ഡിസ്ട്രിക്ട് കളക്ടറിന്റെ കയ്യിൽ ഗംഭീരമായ പവർ. എന്താണ് ഗംഭീരമായ പവർ? റവന്യൂ പവറും പുള്ളിയുടെ കയ്യില്, ജുഡീഷ്യൽ പവറും പുള്ളിയുടെ കയ്യില്. അതെങ്ങനെ ശരിയാവുക? അപ്പൊ അത്രയും കറക്റ്റ് ആയി. എങ്കിൽ ആബ്സലൂട്ട് പവർ വാസ് അൺഡിസറബിൾ ഇൻ വൺ പേഴ്സൺ. ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്രയും പവർ കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഇത്രയും പവർ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. എങ്കിൽ ദാ പിടിച്ച ഓപ്ഷൻ സി എന്താ? കറക്റ്റ് ആണ്. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ. ഓപ്ഷൻ ഡി കൂടി എന്ത് ചെയ്യാം? വായിക്കാം. The judicial work demanded a deep knowledge of India and a good training in law, and Lord Cornwallis felt that district collector should be only a revenue collector. Okay, ഇതൊക്കെ പറയുന്നത് കേൾക്കാൻ രസം ഉണ്ടാവും. അതായത് ഡീപ് നോളജ് ഓഫ് ഇന്ത്യ വേണം, ലോയിൽ ട്രെയിനിങ് വേണം എന്നുള്ളതാണ് ഉള്ളതൊക്കെ. പക്ഷെ അതല്ലല്ലോ കറക്റ്റായ റീസൺ. കറക്റ്റായ റീസൺ എന്താ? ആബ്സലൂട്ട് പവർ. ആബ്സലൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സലൂട്ട്ലി. അതായത് പവർ കൂടുതൽ കിട്ടിയ എന്ത് വരും? അവിടെ കറപ്ഷൻ വരുന്നതായിരിക്കും. ഓപ്ഷൻ സി എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ചാർട്ടർ ആക്ട് ഓഫ് 1813. ചാർട്ടർ ആക്ട് ഓഫ് 1813 കുറിച്ചുള്ള താഴെ പറഞ്ഞ പ്രസ്താവനയിൽ ശരിയായവ കണ്ടെത്തുക. ഒന്ന്, it ended the trade monopoly of the East India Company in India except the trade in tea and trade in China. Okay, ചൈനയും ചായയും ഒഴികെ ബാക്കി എല്ലാ ട്രേഡ് മോണോപ്പൊളി എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. കറക്റ്റ് ആണ്. അതെ, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയാണ്. രണ്ട്, it asserted the sovereignty of the British Crown over the Indian territories held by the company. Okay, കമ്പനിയുടെ പുറത്തുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ എന്താ? ബ്രിട്ടീഷ് ക്രൗണിന്റെ, ബ്രിട്ടീഷ് രാജാവിന്റെ സോവർണിറ്റിയാണ് ഉണ്ടാവുക. ബ്രിട്ടീഷ് രാജാവിന്റെ അധികാരമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ശരിയല്ലേ? അതെ. നമ്പർ 3, the revenues of India were now controlled by the British Parliament. അതിന് 1713 വേണ്ടി വന്നിട്ടില്ലല്ലോ. അതിനു മുമ്പേ കൺട്രോൾ ചെയ്യുന്നില്ലേ? എപ്പോ തൊട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്? ഓക്കെ, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് തൊട്ട് റവന്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്.
എങ്കിൽ റവന്യൂസ് കൺട്രോൾ ചെയ്യുന്നത് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് തൊട്ടാണ്, അല്ലാതെ എപ്പോഴല്ല, 1813 ഞാൻ ഒന്നുകൂടി പറയുന്നു, 1813 ഇന്ത്യ റവന്യൂസ് കൺട്രോൾ ചെയ്യുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് തന്നെയാണ്. പൈസ എന്താ ബ്രിട്ടീഷ് പാർലമെന്റ് കൺട്രോളിലാണ് ഉള്ളത്. പക്ഷെ അതല്ലല്ലോ വിഷയം. ചാർട്ടർ ആക്ട് 1813 ഇത് വന്നത്, ഇത് മുമ്പേ വന്നിട്ടുണ്ട്. എപ്പോ വന്നിട്ടുണ്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 തൊട്ട് എന്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ പറയേണ്ടത്. അത്രയും കാര്യമൊക്കെ അല്ലേ? എങ്കിൽ 1, 2, 3 എന്താ തെറ്റാണ്. അപ്പൊ ഓൺലി 1 and 2 എന്നുള്ള ഓപ്ഷൻ വേണം. ഓൺലി 1 and 2 ഓപ്ഷൻ എന്താ ഉണ്ടല്ലോ അവിടെ. ഓപ്ഷൻ എ എന്താ 1, 2 എന്ത് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു, ആൻസർ ചെയ്യുന്നു. ഓക്കെ. ദ ചാർട്ടർ ആക്ട് ഓഫ് 1813 extended the East India Company's rule in India for another. ഓക്കെ. നെക്സ്റ്റ് ചാർട്ടർ ആക്ട് എപ്പോഴാ? 1833. എങ്കിൽ എത്ര വർഷം? 20 വർഷം. 20 വർഷത്തേക്ക് എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ. വിത്ത് റെഫറൻസ് ടു ദ കൊളോണിയൽ പീരീഡ് ഓഫ് ഇന്ത്യ, ദ ട്രേഡ് മോണോപ്പൊളി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എൻഡഡ് ബൈ. ട്രേഡ് മോണോപ്പൊളി എൻഡ് ചെയ്തിട്ടുള്ള എന്താ ആക്ട് എന്നാണ് ചോദ്യം. ഓക്കെ. അവിടെ ചാർട്ടർ ആക്ട് 1813 ഉണ്ട്, ചാർട്ടർ ആക്ട് 1833 ഉണ്ട്. ബെസ്റ്റ് ഓപ്ഷൻ വരാൻ പോകുന്ന ഓപ്ഷൻ സി ആണ്. എന്താ? ചാർട്ടർ ആക്ട് 1813. ഇന്ത്യയിലെ ട്രേഡ് മോണോപ്പൊളി എൻഡ് ചെയ്തു. അത് ഫുൾ ആയിട്ട് എൻഡ് ചെയ്ത എപ്പോഴാ? 1833 ഓക്കെ. അപ്പൊ ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാം. ഹു വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇൻ 1813? 1813 ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ. വില്യം ബെൻഡിക്ട് ആണോ, ലോർഡ് ഹേസ്റ്റിങ്സ് ആണോ, വാറൻ ഹേസ്റ്റിങ്സ് ആണോ, ലോർഡ് മൗണ്ട് ബാറ്റൻ ആണോ? വളരെ ഈസി നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. ആരാ? ഓപ്ഷൻ ബി ആണ്, ലോർഡ് ഹേസ്റ്റിങ്സ്. അപ്പൊ എന്റെ കൂടെ പറഞ്ഞേ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇൻ 1813 ആരാ? ലോർഡ് ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ. ഫൈൻഡ് ദ കറന്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ചാർട്ടർ ആക്ട് 1813. ചാർട്ടർ ആക്ട് 1813 കുറിച്ചുള്ള കറന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ, it provided the first British government funding for Indian education. ഓക്കെ. ഇന്ത്യൻ എഡ്യൂക്കേഷനിലേക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഫണ്ട് ചെയ്തു. എത്ര ഫണ്ട് ചെയ്തു? 1,00,000 രൂപ ഫണ്ട് ചെയ്തു. എങ്കിൽ ഓപ്ഷൻ എ എന്താ? ശരിയാണ്. ഓപ്ഷൻ ബി, it clearly stated the crown's dominance over Indian lands and mandated that കൊളോണിയൽ റൂൾസ് ബി സബ്മിറ്റഡ് ടു ബ്രിട്ടീഷ് പാർലമെന്റ്. ഓക്കെ. അത് കൃത്യമായി പറഞ്ഞു. എന്താ? ക്രൗണിന്റെ ഡൊമിനൻസ് ഉണ്ട് ഇന്ത്യൻ ലാൻഡിൽ. എന്ത് ചെയ്യണം? കൊളോണിയൽ റൂൾസ് എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് പാർലമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഓപ്ഷൻ സി, ദ ചാർട്ടർ ആക്ട് ഓഫ് 1833 ഫർദർ സെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ, എൻഡഡ് റിമൈനിങ് ട്രേഡ് മോണോപ്പൊളീസ് ആൻഡ് ലേഡ് ഫൗണ്ടേഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. ഓക്കെ. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. എല്ലാം ശരിയാണ്. ഓക്കെ. അത് നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം? പഠിക്കാം. ഒന്ന്, 1813 എന്താ ചെയ്തത്? ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ അടിത്തറ ഇട്ടു. അതിന് പല എന്ത് ചെയ്യണം? ഫണ്ട് കൊടുക്കണം. എത്ര ഫണ്ട് കൊടുത്തു? എവിടെ ആയിരിക്കും എന്നോട് പറയണേ. എത്രയാ ഫണ്ട് കൊടുത്തത്? 1,00,000 രൂപ. അതിലെ ചാർട്ടർ ആക്ട് 1833. നെക്സ്റ്റ് ചാർട്ടർ ആക്ട് കൂടുതൽ സെൻട്രലൈസ് ചെയ്തു. എന്ത്? അഡ്മിനിസ്ട്രേഷനെ. അപ്പൊ പവർ മുഴുവൻ ആരുടെ കൊടുത്തു? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കയ്യിൽ കൊടുത്തു. ഓക്കെ. അത്രയും കാര്യം ഓക്കെ അല്ലേ? റിമൈനിങ് ട്രേഡ് മോണോപ്പൊളി എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. ഏതൊക്കെയാണ് റിമൈനിങ് ട്രേഡ് മോണോപ്പൊളി? ഒന്ന് ചൈന, ഒന്ന് ചായ. അപ്പൊ ചൈനയും ചായ എൻഡ് ചെയ്ത എപ്പോഴാണ്? 1833. നമ്മുടെ മോണോപ്പൊളി, എന്തിന്റെ മോണോപ്പൊളി? ട്രേഡ് മോണോപ്പൊളി എൻഡ് ചെയ്ത എപ്പോഴാണ്? ചാർട്ടർ ആക്ട് 1813. അത്രയും കാര്യം ഓക്കെ അല്ലേ? ആൻഡ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എങ്ങനെ ചെയ്യണം? ഇവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. അത് ഇംഗ്ലീഷിൽ വേണോ, മലയാളത്തിൽ വേണോ, തെലുങ്കിൽ വേണോ, കന്നഡയിൽ വേണോ? സിമ്പിളായി പറയണമെങ്കിൽ എന്താ? പ്രാദേശിക ഭാഷയിൽ വേണോ, അല്ല ഇംഗ്ലീഷ് ഭാഷയിൽ വേണോ എന്നൊക്കെ തീരുമാനിച്ചത് എപ്പോഴാ? 1833. എങ്കിൽ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓപ്ഷൻ ബി. ഓക്കെ. ഇനി മുതൽ ക്രൗൺ ആയിരിക്കും, അതായത് ബ്രിട്ടീഷ് രാജാവായിരിക്കും. നമുക്ക് രാജ്ഞിയാണുള്ളത്. ആ ബ്രിട്ടീഷ് രാജ്ഞിയായിരിക്കും എന്ത് ചെയ്യുക? എല്ലാ കാര്യങ്ങളും നോക്കുക. എന്തെങ്കിലും ഒരു കാര്യം കമ്പനി ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് പാർലമെന്റിനോട് പറയണം. അവിടെ നിന്ന് എന്ത് പറയണം? എസ് വാങ്ങണം. എന്നാലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി എന്താ? ഓൾ ആർ കറക്റ്റ് എന്നുള്ള ആൻസർ എന്തായിരിക്കും? ശരിയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, by which one of the following acts was the Governor General of Bengal designated as the Governor General of India? നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റൻ ആണല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ആൻസർ പറയാം. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ എന്താക്കണം? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കണം. അതേതാ? ചാർട്ടർ ആക്ട് ഓഫ് 1833. ഓക്കെ. ഓപ്ഷൻ ഡി എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ചാർട്ടർ ആക്ട് ഓഫ് 1833. ചാർട്ടർ ആക്ട് ഓഫ് 1833 കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വിച്ച് വൺ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബിക്കം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കണല്ലേ? കറക്റ്റ്. ഓക്കെ. 2,
The act also took away legislative powers of Bombay and Madras provinces. Okay, centralization ആണ് ഏറ്റവും മെയിൻ. അങ്ങനെയല്ല നമ്മളിപ്പോ പഠിച്ചത്. എങ്കിൽ സെൻട്രലൈസേഷൻ ആണ് ഏറ്റവും മെയിൻ എങ്കിൽ ബോംബെയുടെയും മദ്രാസിന്റെയും എന്ത് ചെയ്യും, ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ, നിയമം ഉണ്ടാക്കാനുള്ള പവേഴ്സിനെ ആരെടുക്കുന്നുണ്ടാവും, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എടുക്കുന്നുണ്ടാവും. 3. The act ended the activities of East India Company as a commercial body and it became purely administrative body. ചൈനയും പോയി, ചായയും പോയി. ഇനി ഇവിടെ കൊമേഴ്ഷ്യൽ ബോഡി ഇല്ല. കൊമേഴ്ഷ്യൽ ബോഡി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തില്ല, എന്താ പറയാ, ബിസിനസ് കാര്യങ്ങളില്ല. അത് പ്യുവർലി എന്താണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. ഇത്രയും കാര്യം ഒക്കെ അല്ലേ. എങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയായിരിക്കണം. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണെങ്കിൽ ഓൾ ആർ കറക്റ്റ് എന്നാണ് വേണ്ടത്. ഓൾ ആർ കറക്റ്റ് എവിടെ ഉള്ളത്, ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്ത് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ചാർട്ടർ ആക്ട് 1833. ശരി, ശരിയായ പ്രസ്താവനയുണ്ട്, തെറ്റായ പ്രസ്താവന വേണ്ടത്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബോവ് ഈസ് ആർ കറക്റ്റ്. അപ്പൊ ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. 3 പ്രസ്താവനയുണ്ട്, കൂടെ വരാവേ. 1, ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലോ കമ്മീഷൻ. കറക്റ്റ് ആണ്. ലോ കമ്മീഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. 2, ഇറ്റ് എൻഡഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് അല്ല എന്ത് ചെയ്തത്, മാറ്റിയത്. എന്താ, കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് ആണ്. ബിസിനസ് ചെയ്യില്ല. അത് ഇനി എന്തായിരിക്കും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ആയിരിക്കും ചെയ്യുക. ഓപ്ഷൻ 3, ഇറ്റ് ലിഫ്റ്റഡ് ഓൾ ദ റെസ്ട്രിക്ഷൻസ് ഓഫ് യൂറോപ്യൻ ഇമിഗ്രേഷൻ. യൂറോപ്യന്മാർ എവിടെ വന്ന്, ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യാനുള്ള എല്ലാവരും ഇവിടെ എന്ത് ചെയ്തു, അവർ ഒഴിവാക്കി. കറക്റ്റ് ആണ്. എങ്കിൽ 1 and 3 എന്ത് ചെയ്യണം, കറക്റ്റ് ആണെന്ന് വേണം. 2 എന്താ, 2 തെറ്റാണ്. അപ്പൊ 1, 3 കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ബി എന്ത് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു, ആൻസർ ശരിയാക്കുന്നു. ഓക്കെ. വെൻ വാസ് ദ മോണോപ്പൊളി ഓഫ് ചൈന ട്രേഡ് ലോസ്റ്റ് ബൈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ചൈനയും ചായയും ലോസ്റ്റ് ചെയ്തത് എപ്പോഴാ, 1833-ലാണ്. ഓപ്ഷൻ ബി ടിക്ക് ചെയ്യാൻ എന്താകുക, ആൻസർ ആവുക. With reference to Charter Act of 1833, consider the following statement. Which of the statement given above is are correct? എന്ന് വെച്ചാൽ എന്താ, ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, it ended the East India Company's commercial functions and made it a purely administrative body. Correct അല്ലേ? Okay. East India Companyയുടെ commercial functions end ചെയ്തു, അതിനെന്താക്കി, purely administrative body ആക്കി. Number 2, it granted the Governor General of India exclusive legislative powers over all British territories in India. സെൻട്രലൈസേഷൻ ആണ്. അപ്പൊ ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ടായിരിക്കുന്ന എവിടെയാ, ചാർട്ടർ ആക്ട് ഓഫ് 1833-ലാണ്. എങ്കിൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് എന്ത് കൊടുത്തു, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സ്. അത് ബോംബെ ആയാലും മദ്രാസ് ആയാലും അതിന് പുറത്ത് ആരുണ്ടാവും, ഈ ഗവർണർ ജനറൽ ഉണ്ടാവും. ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്നാണ് അർത്ഥം എന്താ, നിയമനിർമ്മാണ പരിഷ്കാരം. നമ്പർ 3, ഇറ്റ് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ് ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവീസസ് അലോയിങ് ഇന്ത്യൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഈക്വലി. ഇതൊരു ചെറിയ ടെക്നിക്കൽ ഫാൾട്ട് ഉണ്ട്. ഇത് എന്ത് ചെയ്തു, കൊണ്ടുവന്നുണ്ടായിരുന്നു. ചാർട്ടർ ആക്ട് 1813 പറഞ്ഞു എന്താണ്, നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സിവിൽ സർവീസ് കൊണ്ടുവരാം. സിവിൽ സർവീസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എന്താ, ഓപ്പൺ കോമ്പറ്റീഷൻ കൊണ്ടുവരാം. പക്ഷെ നടപ്പാക്കാൻ വേണ്ടി പറ്റിയില്ല. നടപ്പാക്കാൻ പറ്റാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എനിക്ക് ഉത്തരം തരിക. ആരാ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളുകൾ ഇരിക്കുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണെന്ത്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ ആരാ ബോർഡ് ഓഫ് കൺട്രോൾ? ബ്രിട്ടീഷ് പാർലമെന്റ് ആളുകൾ ഇരിക്കുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ഓക്കെ, ഇത്രയും കാര്യമൊക്കെ അല്ലേ. അപ്പൊ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എതിർത്തത് കൊണ്ട് മാത്രം ഓപ്പൺ കോമ്പറ്റീഷൻ സിവിൽ സർവീസ് എന്ത് ചെയ്തില്ല, നടന്നില്ല. ഓക്കെ, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നടന്നില്ല. എങ്കിൽ 3 തെറ്റാണ്, 1ഉം 2ഉമാണ് എന്ത്, ശരി. 1, 2 എന്ത് ചെയ്യുക, ഓപ്ഷൻ ടിക്ക് ചെയ്യണം. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് വാസ് നോട്ട് മെയ്ഡ് ഇൻ ചാർട്ടർ ആക്ട് ഓഫ് 1833? ചാർട്ടർ ആക്ട് 1833-ൽ ഇല്ലാത്ത പ്രൊവിഷൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, the trading activities of East India Company were to be abolished. അല്ലേ? ഓക്കെ, ട്രേഡിംഗ് ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല. ബി, the designation of supreme authority was to be changed as the Governor General of India and Council. അല്ലേ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ടാക്കണം, ഗവർണർ ജനറൽ ഇന്ത്യക്ക് ഉണ്ടാവും, ഒരു കൗൺസിൽ ഉണ്ടാവും. കറക്റ്റ്. സി, all law-making powers to be conferred on the Governor General Council. അല്ലേ? പ്രൊവിൻസ് എല്ലാം പോകും, പ്രവിശ്യ എല്ലാം പോകും. ബോംബെ മദ്രാസുകളെക്കാളും പവർ ഏതായിരിക്കും, സെൻട്രലൈസേഷൻ ആയിരിക്കും. എവിടെ ഉണ്ടാവുക, ഗവർണർ ജനറൽ ഉണ്ടാവുക. ഡി, ആൻ ഇന്ത്യൻ വാസ് ടു ബി അപ്പോയിന്റ് ആസ് എ ലോ മെമ്പർ ഇൻ ദ ഗവർണർ ജനറൽ ഓഫ് കൗൺസിൽ. അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ, ഇന്ത്യൻ ഒന്നും എന്ത് ചെയ്യില്ല, അപ്പോയിന്റ് ചെയ്യില്ല. എങ്കിൽ ഓപ്ഷൻ ഡി ആണ് എന്ത് വരാൻ പോകുന്നത്. ഓപ്ഷൻ ഡി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ചാർട്ടർ ആക്ട് 1833.
വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോ ഈസ് ആർ കറക്റ്റ്. ഓക്കെ, മോളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. ഓക്കെ, ഒന്ന്, it deprived the governor of Bombay and Madras of their legislative powers. ഓക്കെ, ബോംബെയുടെയും മദ്രാസിന്റെയും ഗവർണർ എന്ത് ചെയ്തു, അതിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഒഴിവാക്കി. കറക്റ്റ് അല്ലേ? ബോംബെയുടെയും മദ്രാസിന്റെയും ഗവർണർ എന്ത് ചെയ്തു, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഒഴിവാക്കി. രണ്ട്, ഇറ്റ് എൻഡഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ കൊമേഴ്ഷ്യൽ ബോഡി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ്, ഒരു കൊമേഴ്ഷ്യൽ ബോഡിയായി വർക്ക് ചെയ്യുന്ന എന്ത് ചെയ്തു, ഒഴിവാക്കി. രണ്ടും കറക്റ്റ് അല്ലേ? വെറും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിരിക്കും, ബോംബെയിൽ മദ്രാസ് ഒന്നും ഉണ്ടാവില്ല, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ക്വസ്റ്റ്യനിലൂടെ തന്നെ നമ്മുടെ മാക്സിമം എന്താണ് പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഒന്നും രണ്ടും എന്താ ശരിയാണ്. അപ്പൊ ബോത്ത് എന്ത് വേണം, ആൻസർ വേണം. ഓപ്ഷൻ സി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഫീച്ചേഴ്സ് ഓഫ് ചാർട്ടർ ആക്ട് ഓഫ് 1833. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ വായിക്കാം. ഒന്ന്, ഇറ്റ് എൻഡഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് എൻറ്റയർലി. ചെയ്തല്ലേ, ശരിയല്ലേ? അതെ. രണ്ട്, ഇറ്റ് ക്രിയേറ്റഡ് ദ പോസ്റ്റ് ഓഫ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ചെയ്തല്ലേ, ശരിയല്ലേ? അതെ. മൂന്ന്, ഇറ്റ് ലീഗലൈസ് ദ എൻട്രി ഓഫ് ഇന്ത്യൻസ് ഇൻ ടു ഹൈ സിവിൽ സർവീസസ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ശരിയല്ലേ? ലീഗലൈസ് ചെയ്തു, നടന്നില്ല എന്നല്ലേ ഉള്ളൂ. ഓക്കെ. നാല്, ഇറ്റ് സെൻട്രലൈസ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ഗവർണർ ജനറൽ കൗൺസിൽ. സെൻട്രലൈസ് ചെയ്തില്ലേ? അതെ. എങ്കിൽ ഓൾ ഫോർ എന്തായിരിക്കണം, ശരിയായിരിക്കണം. അപ്പൊ ഓപ്ഷൻ ഡി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. With regard to Charter Act of 1833, consider the following statements. Which of the above statements are correct? മോളിൽ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? ഒന്ന്, it ended the company's monopoly over trade with China and tea. ചൈന, ചായ രണ്ടും എന്താക്കി, ഒഴിവാക്കി, മോണോപ്പൊളി. ശരിയാണ്. രണ്ട്, ഓൾ റെസ്ട്രിക്ഷൻസ് ഓഫ് യൂറോപ്യൻ ഇമിഗ്രേഷൻ ആൻഡ് അക്വിസിഷൻ. ഓക്കെ, എല്ലാം എന്താക്കി, ഒഴിവാക്കി. ശരിയാണ്. മൂന്ന്, ഇറ്റ് ഇൻസ്ട്രക്ടഡ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു അബോളിഷ് സ്ലേവറി. സ്ലേവറി എന്ത് ചെയ്തു, അടിമത്തം അബോളിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എങ്കിൽ എന്റെ ചോദ്യം നിങ്ങളോട്, ഈ ആക്ട് പ്രകാരം എപ്പോഴാണ് അടിമത്തം അബോളിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? 1843 അടിമത്തം അബോളിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടിമത്തം അബോളിഷ് ചെയ്യുന്ന സമയത്തുള്ള ഗവർണർ ജനറലിന്റെ പേരെന്താ? ലോർഡ് എലൻബറോ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യൻ സ്ലേവറി ആക്ട് 1843 കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യൻ സ്ലേവറി ആക്ടിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ആക്ട് 5. ഓക്കെ അല്ലേ? ആക്ട് 5 ഓഫ് 1843 അല്ലെങ്കിൽ എന്താ, ഇന്ത്യൻ സ്ലേവറി ആക്ട് 1843. ഇത് പ്രകാരം സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം എന്ത് ചെയ്തു, ഇന്ത്യയിൽ മൊത്തമായി നമ്മൾ നിർത്തി. എപ്പോ? 1843. ഓക്കെ, അതിന് അടിത്തറ ഭാഗിയ ആക്ട് ആണ് എന്ത്, ചാർട്ടർ ആക്ട് ഓഫ് 1833. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണെങ്കിൽ ഓപ്ഷൻ ഡി എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം. ഓപ്ഷൻ ഡി എന്താ, കറക്റ്റ് ആണ്. എല്ലാം എന്ത് ചെയ്യുക, ശരിയാണ്. എല്ലാം ഓക്കെ ആണ്. ഓക്കെ, ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഡെസിഗ്നേറ്റഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ? ഇത് വീണ്ടും ക്വസ്റ്റ്യൻ വന്നല്ലോ. ഓക്കെ, റിപ്പീറ്റേഷൻ ആണ്, സോറി കേട്ടോ. ഓക്കെ, ദ ചാർട്ടർ ആക്ട് ഓഫ് 1833 രണ്ടല്ലേ? അതെ. Which statements given are correct? ഒന്ന്, the Charter Act 1853 abolished East India Company monopoly of Indian trade. ചാർട്ടർ ആക്ട് 1853 അല്ല അബോളിഷ് ചെയ്തിരിക്കുന്നത്, 1833, 1813 അല്ലേ? അപ്പൊ ഒന്നെന്താ, തെറ്റാണ്. രണ്ട്, അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 the British Parliament abolished East India Company altogether and undertook the responsibility of ruling India directly. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്താ, ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് പറഞ്ഞു, ഇനി ഇവിടെ കമ്പനിയും ഇല്ല, ഒരു തേങ്ങയും ഇല്ല, പകരം ആര് ഭരിക്കും, ബ്രിട്ടീഷ് പാർലമെന്റ് ഭരിക്കുന്നതായിരിക്കും. എല്ലാ കാര്യം ആര് നോക്കുന്നതായിരിക്കും, ബ്രിട്ടീഷ് പാർലമെന്റ് ഡയറക്റ്റ് നോക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞില്ലേ? എങ്കിൽ രണ്ട് ശരിയാണ്, ഒന്ന് തെറ്റാണ്. അപ്പൊ രണ്ട് ശരി എന്ന് വെച്ചാൽ ഓൺലി 2 എന്ന് വേണം. ഓൺലി 2 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ബി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്താ പറഞ്ഞത്, മോണോപ്പൊളി അബോളിഷ് ചെയ്തു. എവിടത്തൊക്കെ ഉണ്ടായിരുന്നു, തേയിലയും ചൈനയും ചായയും ഉണ്ടായിരുന്നു. അതും അബോളിഷ് ചെയ്ത് എപ്പോഴാണ്, ചാർട്ടർ ആക്ട് ഓഫ് 1833 ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പാർലമെന്ററി സിസ്റ്റം ഇൻ ഇന്ത്യ ബിഗിൻ വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ്? താഴെ പറയുന്നവയിൽ ഏത് ആക്ടിലൂടെയാണ് ഇന്ത്യയിൽ പാർലമെന്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്? ഓബിയസ്ലി ഏത് ആക്ടാ, ചാർട്ടർ ആക്ട് ഓഫ് 1853. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ചാർട്ടർ ആക്ട് ഓഫ് 1853. വിച്ച് ഓഫ് ദ എബോവ് ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഒന്ന്, ഇറ്റ് അബോളിഷ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇല്ലല്ലോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്തിട്ടില്ല. ഒന്ന് തെറ്റാണ്. രണ്ട്, ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ഓപ്പൺ കോമ്പറ്റേറ്റീവ് സിസ്റ്റം ഓഫ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് സിവിൽ സർവീസസ്. യെസ്, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1833 നമ്മൾ ട്രൈ ചെയ്തു. എപ്പോ നടന്നു, 1853 നടന്നു. എങ്കിൽ രണ്ട് ശരിയാണ്, ഒന്ന് തെറ്റാണ്. അപ്പോ തെറ്റായതല്ല വേണ്ടത്,
അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അബൌട്ട് ദ ചാർട്ടർ ആക്ട് ഓഫ് 1853 ആർ ട്രൂ? ഇപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന്, എംപ്ലോയീസ് ഓഫ് സിവിൽ സർവീസസ് ആർ സെലക്ടഡ് ടു കോമ്പറ്റേറ്റീവ് എക്സാംസ്. അതല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. രണ്ട്, എ ലോ മെമ്പർ വാസ് ആഡഡ് ടു ദ ഗവർണർ ജനറൽ കൗൺസിൽ. ഗവർണർ ജനറൽ കൗൺസിലേക്ക് എന്ത് ചെയ്തു, ഒരു ലോ മെമ്പർ ആഡ് ചെയ്തു. ഇതിൽ ഏതാണ് തെറ്റ്, ഏതാണ് ശരി എന്നാണ് പറയേണ്ടത്. സോറി, ഏതാണ് ശരി എന്നാണ് പറയേണ്ടത്. എങ്കിൽ ഒന്ന് ശരിയാണ്, രണ്ട് തെറ്റാണ്. എന്താണ് സാറേ ഈ രണ്ട് തെറ്റാനുള്ള കാരണം? ലോ മെമ്പറിനെ ആഡ് ചെയ്തിരിക്കുന്ന 1853 അല്ല, ലോ മെമ്പറിനെ ആഡ് ചെയ്തിരിക്കുന്നത് 1833 എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ രണ്ട് തെറ്റാണ്, ഒന്ന് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 എന്താ, ഫാൾസ്. എങ്കിൽ ഓപ്ഷൻ സി എന്ത് വരും, ആൻസർ വരും. According to the Charter Act of 1853, how many legislative members were there in the Council of Governor General? Council of Governor General എത്ര legislative members ഉണ്ടെന്നാണ് ചോദ്യം. എത്ര പേരുണ്ട്? 12 പേരുണ്ട്. ആരൊക്കെയാണ് 12 പേര്? എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറഞ്ഞ് ആരൊക്കെയാണ് 12 പേര് എന്നുള്ളത് പറഞ്ഞ്. ഒരാൾ ആരാ? ഗവർണർ ജനറൽ. രണ്ടാമത്തെ ആരാ? കമാൻഡർ ഇൻ ചീഫ്. 4 മെമ്പർ എന്താ, ഗവർണർ ജനറൽ കൗൺസിലുള്ള 4 മെമ്പർ. ഒരാള് സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ടയിലെ ചീഫ് ജസ്റ്റിസ്, ഒരാള് അതേ സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ടയിലെ എന്താ ഒരു റെഗുലർ ആള്. 4 പേര് എന്താണ് ആക്ച്വലി കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സ്. എവിടെ നിന്ന്? ഒന്ന് ബംഗാൾ, ഒന്ന് ബോംബെ, ഒന്ന് മദ്രാസ്, ഒന്ന് നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ്. ഈ 4 സ്ഥലങ്ങളിൽ നിന്ന് 4 പേര്. അവർക്ക് മിനിമം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം? 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പൊ 12 മെമ്പേഴ്സ് ഉണ്ട്. ഒരു ഗവർണർ ജനറൽ, ഒരു കമാൻഡർ ഇൻ ചീഫ്, 4 പേര് ഗവർണർ ജനറൽ കൗൺസിലുള്ള ആള്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ റെഗുലർ ജഡ്ജ്, 4 റെപ്രസെന്റേറ്റീവ്സ്, മിനിമം എക്സ്പീരിയൻസ് 10 വർഷം. എവിടെ നിന്നൊക്കെ? ബംഗാൾ, ബോംബെ, മദ്രാസ് ആൻഡ് നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെയാണ്, ഡൺ ആണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following about the Charter Act of 1853 are correct? ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഓഫ് ഗവർണർ ജനറൽ കൗൺസിൽ വാസ് സെപ്പറേറ്റഡ്. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ മാറ്റി, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ മാറ്റി. നിയമനിർമ്മാണം വേറെ ആള്, നടപ്പിലാക്കുന്ന വേറെ ആള്. ലെജിസ്ലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം ഉണ്ടാക്കുക, എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം നടപ്പിലാക്കുക. രണ്ടും എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. കറക്റ്റ് ആണ്. രണ്ട്, അഡീഷണൽ മെമ്പേഴ്സ് വർ അപ്പോയിന്റഡ് ഇൻ ഗവർണർ ജനറൽ കൗൺസിൽ. ഇവിടെ ഇത്രയും പേരൊക്കെ വന്നില്ലേ, അഡീഷണൽ മെമ്പേഴ്സ് എന്ത് ചെയ്തു? അപ്പോയിന്റ് ചെയ്തു. മൂന്ന്, സെപ്പറേറ്റ് ഗവർണർ ഫോർ ബംഗാൾ വാസ് അപ്പോയിന്റഡ്. ഓക്കെ, ഒരു പ്രത്യേക ആള് ബംഗാളിൽ എന്ത് ചെയ്ത്? അപ്പോയിന്റ് ചെയ്തു. അത് ചെയ്തില്ലേ? ഓക്കെ, എങ്കിൽ 1, 2, 3 എന്താ ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം എന്താ ശരിയാണ്. ഓക്കെ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ചാർട്ടർ ആക്ട് ഓഫ് 1853. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ അബൌട്ട് കറക്റ്റ്? കറക്റ്റ് എന്നാണ് ചോദ്യം. ഒന്ന്, ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് for the first time the legislative and executive functions of the Governor General Council. ആദ്യമായിട്ട് ഗവർണർ ജനറൽ കൗൺസിലിന്റെ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനും എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. ശരിയാണ്. രണ്ട്, ഇറ്റ് ഇൻട്രൊഡ്യൂസ് ലോക്കൽ റെപ്രസെന്റേഷൻ ഇൻ ദ ഇന്ത്യൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലോക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എവിടത്തെ? ബോംബെ, മദ്രാസ് തുടങ്ങിയ പ്രവിശ്യകളിലെ. അത് ശരിയാണ്. മൂന്ന്, ഇറ്റ് റിന്യൂഡ് ദ ചാർട്ടർ ഓഫ് ദ കമ്പനി ഫോർ എ ഫിക്സ്ഡ് പീരീഡ് ഓഫ് 20 years, എൻഷുറിംഗ് ഇറ്റ് കമേഴ്ഷ്യൽ സ്റ്റെബിലിറ്റി. ഇല്ല, ചാർട്ടർ ആക്ട് ഇനി റിന്യൂ ചെയ്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യാവുന്നതാണ്? ഈ കമ്പനിയെ അടച്ചു പൂട്ടാവുന്നതാണ്. അപ്പൊ ലാസ്റ്റ് ചാർട്ടർ ആക്ട് ആണ് എന്ത്? 1853 അല്ലെ. അതിനുശേഷം വരാൻ പോകുന്ന ആക്ടിന്റെ പേരെന്താ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. എങ്കിൽ 3 എന്താണ്? തെറ്റാണ്. 1ഉം 2ഉം എന്താണ്? ശരിയാണ്. അപ്പൊ 1, 2 ഓപ്ഷൻ വേണം. അതാ ഓപ്ഷൻ എ 1 and 2. എങ്കിൽ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറഞ്ഞോളൂ. ഇന്ത്യയുടെ ഭരണം 1853 എങ്ങനെയാണ്? ഏറ്റവും മുകളില് ആരുണ്ട്? ഒരു ഗവർണർ ജനറൽ ഉണ്ട്. അദ്ദേഹം 2 കൗൺസിൽ ഉണ്ട്. കൗൺസിലിന്റെ പേരെന്താ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ, എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഓക്കെ. അപ്പൊ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ത് ചെയ്യും? എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ നടത്തുന്നതായിരിക്കും. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യും? ലെജിസ്ലേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്നതായിരിക്കും. ഇങ്ങനെ 2 ഡിവൈഡ് ആയിട്ടുള്ള പരിപാടിയുടെ പേരാണത് ചാർട്ടർ ആക്ട് ഓഫ് 1853. ഇത്രയും കാര്യം ഓക്കെ ആണോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വാസ് the object of Queen Victoria's proclamation of 1858? ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്ലമേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ. ഒന്ന്,
ടു ഡിസ്ക്ലൈം എൻ ഇന്റൻഷൻ ടു അനക്സ് ഇന്ത്യൻ സ്റ്റേറ്റ്. കറക്റ്റ്. ഓക്കെ. അപ്പൊ 1857 വിപ്ലവത്തിന് ശേഷം അന്നത്തെ ഈ ബ്രിട്ടീഷ് മഹാറാണിയായിരുന്ന ക്യൂൻ വിക്ടോറിയ പറഞ്ഞു, ഇനി മുതൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ഒരു ഇന്ത്യൻ സ്റ്റേറ്റിനെയും അനക്സ് ചെയ്യാൻ താല്പര്യമില്ല. രണ്ട്, ടു പ്ലേസ് ആൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ബ്രിട്ടീഷ് ക്രൗൺ. ബ്രിട്ടീഷ് രാജ്ഞിയുടെ പേരിൽ എന്ത് ചെയ്യുക, ഒരു അഡ്മിനിസ്ട്രേഷനെ വെക്കാൻ വേണ്ടി പറഞ്ഞു. നമ്പർ ത്രീ, ടു റെഗുലേറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ട്രേഡ് വിത്ത് ഇന്ത്യ. റെഗുലേഷൻ ഒക്കെ പണ്ടേ കഴിഞ്ഞു മക്കളെ. ഓക്കെ അല്ലെ? അതൊക്കെ കഴിഞ്ഞ കാലം കുറയായി. എങ്കിൽ ഒന്നും രണ്ടും എന്താ ശരിയാണ്. ഓപ്ഷനെ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ. വിച്ച് ഇവന്റ് പ്രോംപ്റ്റഡ് ദ എനാക്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്താ? ഇന്ത്യൻ റെബലിയൻ ഓഫ് 1857, അതായത് ശിപ്പായി ലഹള, അല്ലെങ്കിൽ എന്താ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ 1857 വിപ്ലവം, എങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഓപ്ഷനെ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യാം. ഓക്കെ. കഴിഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ എവിടെയാ ഉള്ളത്? ഓക്കെ. 1813 എന്താ ലെജിസ്ലേഷൻ കൊണ്ടുവന്നു, അതിലൂടെ എന്ത് ചെയ്തു, കമ്പനി ട്രേഡ് എന്തായി, മോണോപ്പൊളി എൻഡ് ചെയ്തു. ഓക്കെ. ഹൂ ബിക്കം ദ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ആരാ മഹത്തായ വ്യക്തി? ആരാ? ലോർഡ് കാനിങ്. ഓക്കെ. അപ്പൊ ലോർഡ് കാനിങ് എന്തായി, ആദ്യത്തെ വൈസ്രോയ് ആയിട്ട് മാറി. വാട്ട് വേർ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ടു പ്രൊമോട്ട് ബ്രിട്ടീഷ് മെർക്കന്റൈൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. അതൊക്കെ പണ്ടേ കഴിഞ്ഞ്. മെർക്കന്റൈൽ ഇൻഡസ്ട്രി വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഇൻട്രസ്റ്റ്, അതൊക്കെ പണ്ടേ വന്നതല്ലേ. ബി, ടു എൻഹാൻസ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ആൻഡ് സെൻട്രലൈസ് ഡിസിഷൻ മേക്കിംഗ്. കറക്റ്റ്. ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി കൂട്ടുക, ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യുക, സെൻട്രലൈസ് ചെയ്യുക. സി, ടു ഗ്രാൻഡ് ഫുൾ ഇൻഡിപെൻഡൻസ് ടു ഇന്ത്യ. പിന്നെ 1947 എന്താ പരിപാടി? ഡി, ടു എസ്റ്റാബ്ലിഷ് എ ഫെഡറൽ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ഫെഡറൽ ഗവൺമെന്റ് ഒക്കെ വരണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. ഓക്കെ. അതൊന്നും ഇപ്പോഴായിട്ടൊന്നുമില്ല, ഭരണഘടനയൊക്കെ വരണം. ഓപ്ഷൻ ഡി എന്താ, അവിടെ ഇരിക്കട്ടെ. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ്. ഓക്കെ. അണ്ടർ ഹൂ സുപ്രീമസി ഡിഡ് ഇന്ത്യ കം ആഫ്റ്റർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1858? ആരുടെ സുപ്രീമസിയില? നമ്മുടെ ക്യൂൻ വിക്ടോറിയ. ഓപ്ഷൻ ഡി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ് സ്റ്റേറ്റഡ് ദാറ്റ് എ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് വാസ് അപ്പോയിന്റഡ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പോസ്റ്റ് ഉണ്ടാക്കിയ ആക്ട് ഏത് എന്നാണ് ചോദ്യം. നമുക്ക് കണ്ണു മടച്ച് ടിക്ക് ചെയ്യാം. ഏതാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. ഓക്കെ. വിച്ച് ആക്ട് അബോളിഷ് ദ കമ്പനി റൂൾ ഇൻ ഇന്ത്യ? കമ്പനി റൂൾ അബോളിഷ് ചെയ്തത് ഏത്, എന്താ പറയാ, ആക്ടിലൂടെയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. ഓക്കെ. ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഡിഡ് ദ ഗവർണർ ജനറൽ റിസീവ് ദ ടൈറ്റിൽ ഓഫ് വൈസ്രോയ്? വൈസ്രോയുടെ ടൈറ്റിൽ കിട്ടിയ ആക്ട് എന്നാണ് ചോദ്യം. അതാരാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. ഓക്കെ. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് വാസ് ദ പവർ ടു റൂൾ ഇന്ത്യ ട്രാൻസ്ഫേർഡ് ഫ്രം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ബ്രിട്ടീഷ് ക്രൗൺ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജാവിലേക്ക്, അല്ലെങ്കിൽ രാജ്ഞിയിലേക്ക്, അല്ലെങ്കിൽ കിരീടത്തിലേക്ക് എന്ത് ചെയ്തു, പവർ ട്രാൻസ്ഫർ ആക്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഏതാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. ഓക്കെ. എങ്കിൽ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റിംഗ് ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കറക്റ്റ്? ഓക്കെ. അപ്പൊ കറക്റ്റ് ആൻസർ ആണ് നോക്കേണ്ടത്. ഒന്ന്, ദ ബ്രിട്ടീഷ് ക്രൗൺ assume sovereignty over India from the East India Company. അതല്ല ഇത്ര തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറി, പകരം ആര് വന്നു? ബ്രിട്ടീഷ് ക്രൗൺ വന്നു. ശരിയാണ്. രണ്ട്, ദ ബ്രിട്ടീഷ് പാർലമെന്റ് enacted the first statute for the governance of India under the direct rule of British. ബ്രിട്ടീഷ് ഇപ്പോഴാണ് ഡയറക്ട് റൂൾ വരുന്നത്. ഇതുവരെ എന്താ? കമ്പനി രാജ്. ഇപ്പൊ തൊട്ട് എന്താ? ബ്രിട്ടീഷ് രാജ്. അത് ശരിയാണ്. മൂന്ന്, ദിസ് ആക്ട് വാസ് ഡോമിനേറ്റഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ആബ്സലൂട്ട് ഇമ്പീരിയൽ കൺട്രോൾ വിത്തൗട്ട് എനി പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി. അത് ശരിയല്ലേ? അതായത് മൊത്തം ഇമ്പീരിയൽ കൺട്രോൾ. ഇമ്പീരിയൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യം വേറൊരു രാജ്യത്തിന് പുറത്ത് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇമ്പീരിയൽ കൺട്രോൾ. അപ്പൊ ഇമ്പീരിയൽ കൺട്രോൾ ഇല്ലേ? ഉണ്ട്. നമ്മളെ ജനങ്ങളെ പോപ്പുലർ പാർട്ടിസിപ്പേഷൻ, ഇന്ത്യയിലെ ജനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് കറക്റ്റ് അല്ലേ? അതെ. ഒന്നും രണ്ടും മൂന്നും കറക്റ്റ് ആണെങ്കിൽ ഓൾ ആർ കറക്റ്റ് എന്ന് വേണം. ഓപ്ഷൻ സി എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. ഓക്കെ. വിത്ത് റെഫറൻസ് ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറ്റ് 1858 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ശരിയായതാണ് ചോദ്യം. ഒന്ന്, ഇറ്റ് അബോളിഷ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ട്രാൻസ്ഫേർഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ടു ബ്രിട്ടീഷ് ക്രൗൺ. ഇപ്പൊ പറഞ്ഞു തീർന്നല്ലേ ഉള്ളൂ. ശരിയാണ്. രണ്ട്, ഇറ്റ് ക്രിയേറ്റഡ് ദ ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ഹു വാസ് ദ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ്. ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഉണ്ടാക്കി. അയാൾക്ക് എന്താണ്? അയാൾ ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ എന്തായിരിക്കും? ഒരു MP ആയിരിക്കും. ശരിയാണ്. മൂന്ന്, ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ദ ഗവർണൻസ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യ അറ്റ് പ്രൊവിൻസ് ലെവൽ.
പ്രൊവിയൻസ് ലെവൽ എന്ന് വെച്ചാൽ പ്രവിശ്യ ലെവലില്. പ്രവിശ്യ ലെവലിൽ എന്തുണ്ടാക്കണം? കൗൺസിൽ ഉണ്ടാക്കണം. അതിവിടെ പറയുന്നുണ്ടായിരുന്നു. പ്രവിശ്യ കൗൺസിൽ ഉണ്ടാക്കും. പക്ഷെ കൗൺസിൽ ആക്ട് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രവിശ്യ കൗൺസിൽ എന്ത് ചെയ്യണം തീരുമാനിക്കുക. അപ്പൊ ഇനി അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോം ഒന്നും വന്നിട്ടില്ല. 3 തെറ്റാണ്. എങ്കിൽ 1, 2 എന്താ ശരിയാണ്. 1, 2 ഓപ്ഷൻ വേണം. അതാ ഓപ്ഷനെ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. Consider the following statement regarding and the Government of India Act 1858. ശരി. പവർ ട്രാൻസ്ഫേർഡ് ഫ്രം കമ്പനി ടു ബ്രിട്ടീഷ്. സോ അത് കേട്ട് മതിയായി. ശരി, ഓക്കെ, അത് ശരിയാണ്. 2, ഇന്ത്യൻ കൗൺസിൽ വാസ് ക്രിയേറ്റഡ് ടു അഡ്വൈസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇപ്പൊ അല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യൻ കൗൺസിൽ ഉണ്ടാക്കണ ഇന്ത്യൻ കൗൺസിൽ ആക്ട് വരണ്ടേ. അപ്പൊ 2 എന്താ തെറ്റാണ്. അപ്പൊ ഓൺലി 1 എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858? അപ്പൊ 3 എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. ഓപ്ഷൻ എ, ബ്രിട്ടീഷ് ഗവൺമെന്റ് വാസ് റെസ്പോൺസിബിൾ ടു പാർലമെന്റ്. ആണല്ലോ. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഗവൺമെന്റ് എന്താ? പാർലമെന്റ് റെസ്പോൺസിബിൾ ആണ്. ബി, ദ സുപ്രീം ബോഡി ഫോർ ഇന്ത്യ ഓൾസോ വാസ് ദ ബ്രിട്ടീഷ് പാർലമെന്റ്. അല്ലേ? സുപ്രീം ബോഡി ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. കറക്റ്റ്. സി, ക്യൂൻ വിക്ടോറിയ ഇഷ്യൂഡ് എ പ്രൊക്ലമേഷൻ. നമ്മൾ പഠിച്ചതല്ലേ? വിച്ച് വാസ് റെഡ് ഔട്ട് ബൈ ഗവർണർ ജനറൽ കാനിങ്. കാനിങ് ആണെന്ന് വായിച്ചത്. അത്രയും കറക്റ്റ് ആണ്. അറ്റ് എ ദർബാർ ഹെൽഡ് ഇൻ കാൺപൂർ. കാൺപൂർ അല്ല, എവിടെയാണ്? അലഹബാദ്. ഓക്കെ. ഓൺ 1st November 1858. അപ്പൊ 1st November 1858 ക്യൂൻ വിക്ടോറിയ നടത്തിയ പ്രൊക്ലമേഷൻ ലോർഡ് കാനിങ് എന്ത് ചെയ്യുന്നു? അലഹബാദിൽ ദർബാറിൽ വെച്ച് വായിക്കുന്നു. അതാണ് തെറ്റ്. ഓപ്ഷൻ സി എന്താ? തെറ്റാണ്. D. After 1858, the interest of India were further subordinate to those of Britain. 1858 ശേഷം ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് എന്തായി? ബ്രിട്ടനോട് ഫർദർ സബോർഡിനേറ്റ് ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ശരിയാണല്ലോ. ഓപ്ഷൻ സി മാത്രമേ എന്തുള്ളൂ? തെറ്റുള്ളൂ. കാൺപൂർ അല്ല, എന്താ? അലഹബാദ് ആണ്. Okay, which of the following is not the provision of the Government of India at 1858? താഴെ തന്നിരിക്കുന്നതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള പ്രൊവിഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ, ഇന്ത്യ വാസ് ടു ബി ഗവേൺഡ് ഇൻ ദ ക്യൂൻസ് നെയിം. കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി, ദ ക്യൂൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് റിസീവ് ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കമ്പനീസ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. നമുക്കറിയാം ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് പവർ എങ്കിലും ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഭരണഘടനാ തലവൻ ആരാ? ക്യൂൻ ആണ്. അപ്പൊ ക്യൂനിന് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, എന്താ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അവരാണ് ഇന്ത്യ എന്ത് ചെയ്യാൻ പോണത്? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോണത്. അവർക്ക് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ആരുടെ പവർ കിട്ടും? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ പവർ കിട്ടും. കമ്പനിയുടെ പവർ കിട്ടും. അത് ശരിയാണ്. ഓക്കെ. സി, provision for the creation of an Indian civil service under the control of the Secretary of State. Okay, അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസ് ഉണ്ടാവും. അത് ആരുടെ കൺട്രോളിലായിരിക്കും? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ കൺട്രോളിലായിരിക്കും. ശരിയാണ്. D. The British Parliament was empowered to appoint a Governor General and governors of the presidencies. ഇതൊക്കെ പണ്ടേ കഴിഞ്ഞു. ഓക്കെ, എപ്പോ കഴിഞ്ഞു? ചാർട്ടർ ആക്ട് 1793 തന്നെ ബ്രിട്ടീഷ് ഗവർണർ പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഗവർണർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അത് പിന്നീട് വൈസ് റോയ് എന്ന് മാറ്റി. ഓക്കെ, ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും പ്രസിഡൻസികൾക്ക്. ഏതൊക്കെ പ്രസിഡൻസികൾക്ക്? ബോംബെ ആൻഡ് മദ്രാസ്. ഓക്കെ, ബാക്കിയുണ്ട് പ്രധാനമായിട്ട് 2 എണ്ണം. ഓപ്ഷൻ ഡി ആണെന്ത്? തെറ്റായിട്ട് വരുന്നത്. ബാക്കി എല്ലാം എന്താ? ശരിയാണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858? ഓക്കെ. 1, ദ ക്യൂൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് റിസീവ് ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ കമ്പനീസ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, ക്യൂന്റെ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? ബി, ദ കൗൺസിൽ ഓഫ് 15 മെമ്പേഴ്സ് വാസ് അപ്പോയിന്റഡ് ടു അസിസ്റ്റ് ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എത്ര പേരുണ്ടായിരുന്നു? 15 മെമ്പർ ഉണ്ടായിരുന്നു. ശരിയല്ലേ? സി, ഫോർ ഓൾ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഇന്ത്യ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ബിക്കം ദ റിയൽ ചാനൽ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും എന്താവുക? ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ റിയൽ ചാനൽ. കറക്റ്റ് ആണ്. ഓക്കെ, ഓൾ ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. എല്ലാം ശരിയാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഡി ടിക്ക് ചെയ്യുക. ഓക്കെ. Who was the Prime Minister of Britain at the time of commencement of Government of India at 1858? ആരാണ് പ്രൈം മിനിസ്റ്റർ? തുടങ്ങുന്ന സമയത്താണ് ലോർഡ് പാമൽസ്റ്റൺ ആണ് പ്രൈം മിനിസ്റ്റർ. എഡ്വാർഡ് സ്മിത്ത് സ്റ്റാൻലി എന്ന് പറയുന്ന വ്യക്തി എന്താണ് ആക്ച്വലി അതിന് അമെന്റ്മെന്റ് കൊണ്ടുവന്ന വ്യക്തിയാണ്, പ്രൈം മിനിസ്റ്റർ ആണ്. പുള്ളി ഇതിന് അമെന്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ വിളിച്ച പേരാണ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ആക്ട്. എങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വിളിക്കാൻ പോകുന്ന വേറൊരു പേരാണ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ആക്ട്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ റിസൾട്ട് ഓഫ് റിവോൾട്ട് ഓഫ് 1857? റിവോൾട്ട് ഓഫ് 1857 പ്രധാനപ്പെട്ട റിസൾട്ട് എന്താണ്? 1, ദ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇപ്പൊ അല്ലേ ഞാൻ പറഞ്ഞത്?
ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ടിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വേറൊരു പേരെന്താ? ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലേ? ഒന്ന് ശരിയാണ്. രണ്ട്, ദ റൂൾ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എൻറ്റേർഡ് ആൻഡ് ഇന്ത്യ വാസ് ടേക്കൺ ഓവർ ബൈ ദ ബ്രിട്ടീഷ് ക്രൗൺ അല്ലെ? ക്യൂൻ വിക്ടോറിയ എന്ത് ചെയ്തു? ഭരിക്കുന്നതായിരിക്കും. മൂന്ന്, ദ ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വാസ് ക്രിയേറ്റ് ചെയ്തില്ലേ? ഒന്നും രണ്ടും മൂന്നും ശരിയാണ്. നാല്, എ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ആൻഡ് ഡയറാർക്കി വർ ഇൻട്രൊഡ്യൂസ്ഡ്. എന്റെ മക്കളെ, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1909 1909 മിന്റോ മോർലി പരിഷ്കാരത്തിലൂടെയാണ്. അതിന് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് വിളിക്കുന്നതായിരിക്കും. ഡയറാർക്കി കൊണ്ടുവന്ന എന്താണ്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. അതിനെ മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം എന്ന് വിളിക്കുന്നതായിരിക്കും. അപ്പൊ 4 തെറ്റാണ്, 1 2 3 ശരിയാണ്. 1 2 3 ശരിയാണെങ്കിൽ ഓപ്ഷൻ സി എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ. ഇപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്താ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷിലെ 1773 മുതൽ 1858 ഉള്ള എല്ലാ ആക്ടിന്റെയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോസ് കാണുക. അതേപോലെ എന്ത് ചെയ്യുക? എന്നോട് ചോദിക്കുക. @കിരൺ PSC സ്റ്റഡി സർക്കിൾ, @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഓക്കെ. അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.